ഹായ് ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വി ടോക്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ വർഷങ്ങളായി അല്ല ദിവസങ്ങളായി മാസങ്ങളായി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു എപ്പിസോഡിന് വേണ്ടിയാണ്. ദീപക് ജി കഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരെ വരുന്നു, സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു പരാതി ഒരു വശത്ത്. ദീപക് ജി IIM കേരള എൻട്രൻസ് ഫസ്റ്റ് റാങ്ക് ആയതുകൊണ്ട് ദീപക് ജിക്ക് ഒരുപാട് കഥകൾ പറയാനുള്ളത് തെറ്റിദ്ധാരണ മറ്റൊരു വശത്ത്. ദീപക് ജിയുടെ IIT സ്റ്റോറീസ് എന്ന് വെച്ചാൽ എന്തോ കൊലകൊമ്പൻ സംഭവമാണെന്ന് വിചാരിക്കുന്ന പാവങ്ങളൊരു വശത്ത്. ഇവരെല്ലാവരും ചേർന്ന് കുറേ നാളായിട്ട് കമന്റ് ചെയ്യുന്ന IIT സ്റ്റോറീസ് വേണം, ദീപക് ജിയെ സംസാരിപ്പിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആരും എപ്പിസോഡിൽ ഇൻട്രോ പറഞ്ഞതിന് ശേഷം ഞാനും മനീസും എഴുന്നേറ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ IIT സ്റ്റോറീസ് നിങ്ങളുടെ പാടായി മായേരി. നമ്മൾ ശരിക്കും IIT സ്റ്റോറീസ് പറയാത്തതിന് കാരണം റിൻഷാദിന്റെ പേഴ്സണൽ സ്റ്റോറീസ് പുറത്ത് പറയാൻ താല്പര്യമില്ല. അത് എഗ്രി ചെയ്യുന്നുണ്ട്. പൊതുവെ ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള കഥകൾ പറയാൻ എനിക്ക് പിന്നെ പോഡ്കാസ്റ്റിൽ വന്നിരുന്നിട്ട് നീ നാട്ടുകാരുടെ കഥ പറ. പോഡ്കാസ്റ്റ് വേറെ എന്ത് ടോപ്പിക്കും ആവാലോ നമുക്ക്. ഈ പോഡ്കാസ്റ്റ് അങ്ങനെയല്ല, ഇത് ഞാൻ കാരണം നിങ്ങൾക്ക് വേറെ കഥ പറയില്ലാത്തോണ്ട് അല്ലെങ്കിൽ അതിന് റിസർച്ച് ചെയ്യാനുള്ള താല്പര്യം ഇല്ലാത്തോണ്ട് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വന്നിട്ട് കഥ പറയുന്നത്. അത് റിസർച്ച് ചെയ്യാൻ നമ്മുടെ കഥ കേൾക്കാൻ ആൾക്കാരിരിക്കുന്നത്. റിസർച്ച് ചെയ്യാനാണെങ്കിൽ അവര് പോയി റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കത്തില്ലേ? ആ ഒരു വൈബില് രസമുണ്ട്. ശരി, ഇവര് ഈ പോഡ്കാസ്റ്റ് സെല്ല് ചെയ്യുന്നത് ആത്മകഥാംശം ഉൾപ്പെടുത്തിയിട്ട് കലക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇത് നിൽക്കും എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരുന്നത്. മനസ്സിലായി? ആത്മകഥാംശം തീരും, അതേസമയം നമ്മൾ അല്ലാത്ത ടോപ്പിക്സ്. ഗാന്ധി പോഡ്കാസ്റ്റ് ചെയ്ത പോലെ 70 എപ്പിസോഡ് പോയില്ല. നിനക്ക് ഗാന്ധിജിയെ കുറിച്ച് എന്തറിയാം? പിന്നെ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ട് 70 വരെ പോയത്. ഇനി എന്ത് കഥ ഇനി ഉണ്ടാക്കി പറയണം. വേറൊരു കാര്യമുണ്ട്, പറഞ്ഞ കഥ തന്നെ വീണ്ടും പറഞ്ഞാൽ അത് തെറ്റും. അത് ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ രസമാണ് ഈ IIT എത്തിയ റൂട്ട്. അവിടെയാണ് ഇവര് അതിന് ഫിനിഷിംഗ് പോയിന്റ് ആയിട്ട് കണക്കാക്കി. ഫിനിഷിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ അറിയുള്ളൂ അല്ലേ? ഒരു പോയിന്റ് വരെ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ജോലി കിട്ടാം. മനസ്സിലായില്ലേ? ലൈഫ് സെക്യൂർ ആയില്ലേ? എന്തിനാണ് ജീവിതകാലം മൊത്തം ജീവിക്കും? നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സാധനം എന്താണ്? ഒരു നല്ല ജോലി മേടിച്ച ലൈഫ് സെറ്റ് ആവും, അല്ലെങ്കിൽ ഒരു നല്ല കോളേജ് കയറി. ഓരോ സ്റ്റേജിൽ നമ്മൾ കേൾക്കുന്നത് 10ാം ക്ലാസ് 12ാം ക്ലാസ്, അത് കഴിഞ്ഞാൽ പറയും കോളേജ്, അത് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ കയറണം. അങ്ങനത്തെ മോട്ടിവേഷൻ ഒക്കെയാണ് നമുക്ക് കുത്തിവെച്ച് തരുന്നത്. ഇതൊരു പോയിന്റ് എത്തി കഴിയുമ്പോൾ നമ്മളും തളരും അല്ലേ? സത്യം. നമുക്കൊന്ന് ചില്ല് ചെയ്യണേ ലൈഫില്. എന്റെ അടുത്തൊന്നും ഇത് ആരും പറയാതെ പറഞ്ഞ പണ്ട് ഇവര് വല്ലാതെ ചില്ല് ചെയ്തു IIT പോയിട്ട് അല്ലേ? വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇവരുടെ ഈ IIT എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് വാല്യൂ ഭയങ്കര കിടിലനാണ്. ഇവർക്ക് ഏതൊരു പോയിന്റിലും റീസ്റ്റാർട്ട് ചെയ്യാം. ഒരു സാധാരണ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചൊരുത്തന് ഒരു കൊല്ലത്ത് ബ്രേക്ക് എടുത്ത് രണ്ടാമത് ചെന്ന് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്തു ഇത്ര കാലം ചോദിക്കുക. ആ സമയത്ത് IIT-കാരൻ ഞാനൊന്ന് ബ്രേക്ക് എടുക്കായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പൊ അവൻ വിചാരിക്കും നീ കുറെ കാലം പഠിച്ചതല്ലേ മയില് ബ്രേക്ക് എടുത്തോട്ടെ എന്നൊരു. ഇവർക്ക് എപ്പോഴും റീസ്റ്റാർട്ട് ചെയ്യാവുന്നൊരു ഇതുണ്ട്. പിന്നെ ഞാൻ ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ സാധനം കണ്ടത്, ഈ ഇതിൽ പഠിച്ചവരാണ് ഏറ്റവും നല്ല ബ്രാൻഡുകളുടെയോ ഏറ്റവും നല്ല കമ്പനികളുടെയോ നല്ല പൊസിഷനുകളിൽ ഇരിക്കണവര്. ഇവർക്കാണെങ്കിൽ ഈ IIT അലുമിനി എന്ന് പറഞ്ഞ രക്തബന്ധം പോലെയാണ്. റിസീവിൽ അത് കണ്ടു കഴിഞ്ഞാൽ എവിടത്തെ മദ്രാസോ അതിപ്പോഴും മലയാളികൾ എവിടെ വെച്ചൊരു മലയാളിനെ കണ്ടാൽ അങ്ങനെ പറയില്ലേ? അതുപോലെ നമുക്ക് എല്ലാവർക്കും കമ്മ്യൂണിറ്റിയുടെ ഭാഗം എപ്പോഴും അല്ല. ഇതിൽ പറയുമ്പോ ഈ പറയുന്ന കാണുന്ന പിള്ളേരുകള് ഒരു +2 ലെവലിലൊക്കെ എഞ്ചിനീയറിങ്ങിനൊക്കെ നിങ്ങൾ ചെറിയ എയിം ചെയ്യാണ്ടിരിക്കാം. ഇതുപോലൊക്കെ തന്നെ എയിം ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെങ്കിലും പഠിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കൈ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പോണില്ല. അത് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാക്കുന്നത്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആണെന്നോ MG യൂണിവേഴ്സിറ്റിയുടെ ആണോ ഏത് യൂണിവേഴ്സിറ്റിയുടെ ആണെന്നുള്ളതിന് ഒരു ഇതില്ല. പഠിക്കണ നമ്മുടെ ഇത് എവിടെയാണ്. ഇപ്പോൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് മെഡിസിൻ പഠിക്കാന്ന് പറയുന്നത് ഇവർ Day 1 തുടങ്ങി ഇവരുടെ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരുത്തൻ ക്ലാസ് റൂമിൽ ഇരുന്നാണ് ഈ സാധനം മുഴുവൻ പഠിക്കണം. ഇവര് ഇറങ്ങിയിട്ട് വേണം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും അത് പഠിക്കുന്ന സ്ഥലം അത് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ പഠിക്കുന്ന പിള്ളേർ തട്ടിക്കൂട്ടി എവിടെന്നെങ്കിലും എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് എഞ്ചിനീയറിംഗിന് പോകാണ്ടിരിക്കുക. നല്ലൊരു ശതമാനം ഈ പറഞ്ഞ പോലെ ഇതൊരു 100% എന്ന് പറയാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ ഒരു 35 അല്ലെങ്കിൽ 40% വെയിറ്റ് ചിലപ്പോൾ ഇതിന് കാണുമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ഥിരോത്സാഹിയായിട്ട്, അതായത് പേഴ്സിസ്റ്റൻസ് ആണ് ആ സബ്ജക്റ്റിന്റെ പുറകെ, അതിനോടൊരു താല്പര്യം കാണിച്ച്. നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിലും അതിന്റെ പുറകെ നടന്ന് അല്ല ഇഷ്ടത്തോടെ ഒരു എഫേർട്ട് ഇടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല 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 പൊസിഷനിൽ എത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അത് മാറ്റർ ചെയ്യും. നിങ്ങൾക്ക് സബ്ജക്റ്റിനോടുള്ള ഇപ്പൊ ഒരു ആക്ച്വലി താല്പര്യം. ഒരു ലെവലിംഗ് കുറച്ചുകൂടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ഇപ്പൊ ഞാൻ നമുക്ക് ഇപ്പം എനിക്ക് നെറ്റ്വർക്കിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ചിലെ കുറെ പേര് നന്നായിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ദീപകിന് പെട്ടെന്ന് ഒരു രണ്ടാമതൊരു ജോലിയിൽ കയറേണ്ടി വന്നപ്പോൾ ഞാൻ നമ്മുടെ തന്നെ എത്ര seniors ആണ് പേരെ അതിന്റെ ടോപ്പ് കേറ്റി മാനേജ്മെന്റ് ഇരിക്കുന്നത്. നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ട് ഈ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ അതാ ഞാൻ advantage പറഞ്ഞ ഉണ്ട്. സംഭവം. പിന്നെ വേറെ ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഞാനും ഹയർ ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ IIT എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. IIT ക്രാക്ക് ചെയ്യാൻ കുറച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോ തിരിച്ചു പോയാൽ ഇപ്പൊ കാറ്റോ വേറെ ഏത് എൻട്രൻസ് ആയാലും എനിക്ക് ഇപ്പോഴും ചെയ്താൽ ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ IIT-ൽ വന്ന ക്വസ്റ്റ്യൻസ് എനിക്കിപ്പോൾ വായിച്ചാൽ മനസ്സിലാവൂല അല്ലേ. അന്ന് എന്തോ ഒരു വട്ട് കയറിയിരുന്ന് പഠിച്ചത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. അത് ഭയങ്കര കുറച്ചുകൂടെ കോൺസെപ്ച്വലി ചലഞ്ചിങ്ങും അങ്ങനെ അത് ഇപ്പൊ എനിക്കത് IIT ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലോ മറ്റേ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ കണ്ടാലോ എനിക്കാണെങ്കിൽ അത് മനസ്സിലാക്കാനേ പറ്റൂല, അത്രത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് IIT സ്റ്റോറീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് IIT-ക്ക് അകത്തുനിന്നല്ല, പുറത്തുനിന്നാണ്. ഇവന്മാരെങ്ങനെയാണ് IIT-ൽ എത്തിയെന്ന് അത് ഇവിടുന്നല്ല, നമുക്ക് അവിടുന്ന് തുടങ്ങാം. കാരണം ജോൺ എപ്പോഴും റിൻഷാദ് സ്ക്രാച്ച് ആമിനിൽ IIT വാങ്ങിച്ചത്. റിൻഷാദ് എങ്ങനെയാണ് IIT-ൽ എത്തിയത്? എന്റെ സ്കൂള് നവോദയ സ്കൂളായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്താണ് നമ്മുടെ ലോകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾക്ക് റിലേറ്റീവ്ലി പുറത്തുള്ള സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ പുറത്താകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധുവിനെ കാണും, ഇയാൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്കാർ അല്ലെങ്കിൽ അംബീഷ്യസ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ ആൾക്കാരെ കാണാൻ അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യുന്നത് കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്, എക്സ്പോഷർ കിട്ടാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഞങ്ങൾ ഇതിനകത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളരുന്നതുകൊണ്ട് പുറത്തെന്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഇത്തിരി ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആ പുറത്തുള്ള കോമ്പറ്റീഷൻ എത്രയെന്നുള്ളതും അത്രയ്ക്ക് ഒരു പിടുത്തമില്ല. ഇടയ്ക്ക് വെച്ച് എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞൊരു ടീം നമ്മുടെ ഒരു കോച്ചിങ് സെന്റർ നമ്മുടെ അകത്ത് വന്നായിരുന്നു. പക്ഷെ അവർക്ക് നിന്ന് പോകാനും പറ്റില്ല, നമ്മളും കുറച്ചൊക്കെ ഒരു അലമ്പായിരുന്നു. അപ്പോൾ നമുക്കിതിന്റെ സീരിയസ്നെസ് ശരിക്കും അറിയില്ലായിരുന്നു ആ ഒരു സമയത്ത്. ഇത് കഴിഞ്ഞ് പ്ലസ് ടുവിലായാലും നമുക്ക് അത്രയ്ക്ക് എൻട്രൻസ് പരിപാടി അല്ല അത് അതിന് ക്രൈറ്റീരിയസ് ഉണ്ടായിരുന്നു എഴുതാൻ പറ്റുന്ന ആൾക്കാർക്ക്. ഞാൻ ദക്ഷിണനെ പറ്റി പറയാം. ദക്ഷിണ പറഞ്ഞിട്ട് ഒരു നവോദയ എന്ന് പഠിച്ചിറങ്ങിയ മോഹിനീഷ് പബ്രായ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ഇന്ത്യയുടെ വാരൻ ബഫേ. അയാൾ വാരൻ വാല്യൂ ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ പുള്ളിയുടെ കുറെ കാശുണ്ട്. അപ്പോൾ പുള്ളി നവോദയയിലെ കുറച്ച് പിള്ളേരെ സെലക്ട് ചെയ്ത് ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് ഒരു റെസിഡൻഷ്യൽ 2 ഇയർ JEE കോച്ചിങ് കൊടുക്കും. IIT-ൽ വരുന്ന കുറെ ആ പ്രോഗ്രാമിന് ഭയങ്കര സക്സസ് റേറ്റ് ആണ്. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ബാക്കി നവോദയക്കാരൊക്കെ ആക്ച്വലി ദക്ഷിണ എന്ന് പഠിച്ചു വന്ന ആൾക്കാരാണ്. അതിലും വരാതെ പഠിച്ചു വന്നവനാണെങ്കിൽ ഒറ്റയ്ക്ക് വരിവട്ടി വന്നവനാണ് ആ പട്ടി. മനസ്സിലായ എനിക്ക് നിന്നൊന്നും കുറ്റം പറയാൻ, എനിക്ക് നിന്നേന്നല്ലേ കുറ്റം പറയാനില്ല. ഒരു വിധപ്പെട്ട പ്ലസ് ടുവിലെ മാർക്ക് പിടിച്ചു പോലും എനിക്ക് ഒരാളെ കുറ്റപ്പെടുത്താനുള്ള മാർക്ക് എനിക്കില്ല. ഞാൻ സത്യം പറഞ്ഞ എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞ കോളേജില്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗിന് പോലും എനിക്ക് സീറ്റ് കിട്ടില്ല. ഞാൻ പറയണത് എനിക്ക് അതിനൊന്നും കുറ്റം പറയാനോ ഉള്ള വിദ്യാഭ്യാസ യോഗ്യത ബേസിക്കലി എനിക്കില്ലാന്ന് എനിക്ക് നല്ല എളിമയല്ല, അത് അണ്ടർസ്റ്റാൻഡിങ്. 12 വരെ JEE മാജിക്കാ കാണിച്ചത്. ഇല്ല അല്ല പഠിച്ചു കുത്തിയിരുന്ന് പഠിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ നമ്പർ 1 സ്റ്റുഡന്റ് ഒന്നും അല്ല. പക്ഷെ ഒരു ടോപ്പ് പൊട്ടൻഷ്യൽ ഒരു പയ്യനാണ്. കുറേയൊക്കെ ഞാൻ അലമ്പായിരുന്നു, ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10-ലേക്കേ ഉള്ളൂ ക്ലാസ്സിൽ. അങ്ങനെ 10ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴും ഈ പറഞ്ഞ പോലെ 5ാമത് 4ാമത് അത്രയ്ക്കേ ഉള്ളൂ. പ്ലസ് ടുവിൽ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അതായത് അതുവരെ നമ്മൾ ഓക്കെ ഒരു പകുതിക്ക് എത്തുമ്പോഴേക്കും ഓക്കെ ഇത് നമ്മൾ കൊണ്ട് പറ്റും, നല്ല മാർക്കൊക്കെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആകുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് അലമ്പ് കളിക്കാം. പിന്നെ അങ്ങനെ പ്ലസ് 2 കഴിഞ്ഞ് ഞാനും കസിനും കൂടെ ഒരു ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ പോയി. അതാണ് ഞാൻ കാര്യമായിട്ട് തൃശ്ശൂരൊക്കെ കാണുന്നത്. അതുപോലെ അനീസിക്ക് ഞാനും അറിയാത്ത ഒരേ ഹോസ്റ്റലില്. പക്ഷെ പുള്ളി അതിന് മുന്നേ പുള്ളി അതെങ്ങനെ മനസ്സിലായി? പുള്ളി ഇങ്ങനെ ഈ ഹോസ്റ്റലിന്റെ കാര്യം പറഞ്ഞപ്പോ എവിടെയോ ഒന്ന് കിട്ടി, താഴെ പള്ളിയുടെ എന്തോ സെറ്റപ്പ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാധനം. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ ഹോസ്റ്റലില് അവര് ചായ ഉണ്ടാക്കുന്ന വെള്ളം, അവിടെ കുടിവെള്ളം കിട്ടുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നു. അപ്പൊ അവരെന്താ വെച്ചാൽ മുട്ട പുഴുങ്ങിയ വെള്ളത്തിൽ വൈകുന്നേരം ചായ ഇടും. അങ്ങനെ ഒരു സ്ഥലം എല്ലാവരുടെ അറ്റൻഷൻ കിട്ടിയ എന്താ സാർ പുഴുങ്ങിയ മുട്ട? പ്രോട്ടീൻ ചായ അല്ല, കാൽസ്യം ചായ, പ്രോട്ടീൻ. ഞാനും എന്റെ കസിൻ ബ്രദറും ഉണ്ട്, ഞങ്ങൾ ഒരേ പ്രായം. അവന് എന്നെക്കാൾ 1 മാസം മൂത്തതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ തൃശ്ശൂരോട്ട് പോവാണ്.
തൃശ്ശൂർ ക്രാഷ് കോഴ്സ് ഒരു ഇത് 12ാം ക്ലാസ്സിന്റെ എൻഡിലാണ്. 12 കഴിഞ്ഞിട്ട് 12 കഴിഞ്ഞിട്ട് നവോദയ 12 വരെ ഉണ്ടോ? 12 വരെ ഉണ്ട്. നീ ദക്ഷിണയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ല? ഇല്ല, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് നമുക്ക് ഇൻകം ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഉപ്പയും ഉമ്മയും സർക്കാർ ഓക്കെ, അത് പുള്ളി ഫ്രീ ആയിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടി. എക്കണോമിക്കലി നവോദയയിലുള്ളതും കുറച്ച് എക്കണോമിക്കലി പുറകോട്ട് നിൽക്കുന്ന അങ്ങനെയാണ് അന്നത്തെ ക്രൈറ്റീരിയ എന്നാണ് എന്റെ ഓർമ്മ. റിൻഷാൻ അച്ഛൻ പോലീസ് ആയതുകൊണ്ടും ടീച്ചർ ആയതുകൊണ്ടും അവര് മെൻഷൻ ചെയ്യണം കേട്ടോ, പാവ ആൾക്കാരാണ് കേട്ടോ. ഏത് പോലീസുകാരൻ? എന്നെ ഇത്രയും നാള് സഹിച്ച് ഇപ്പോഴും സഹിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയതുകൊണ്ട് നിനക്ക് ദക്ഷിണയ്ക്ക് പറ്റിയില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നിനക്ക് എങ്ങനെ നവോദയയിലോട്ട് പറ്റിയപ്പം? നവോദയയിൽ ആർക്കും വേണമെങ്കിലും എഴുതാൻ പറ്റുമോ? നവോദയ 7ാം ക്ലാസ്സിൽ ഒരു ഡ്രസ് 6ലാ. 5ാം ക്ലാസ്സിൽ നമ്മൾ എഴുതണം, 6ാം ക്ലാസ്സിൽ അഡ്മിഷൻ 6ാം ക്ലാസ്സിലോട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യും. ഓക്കെ, പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് ക്രാഷ് കോഴ്സ് പോയി. തൃശ്ശൂർ ക്രാഷ് കോഴ്സ് പോയി. PC-യുടെ അപ്പൊ ഞാൻ ആദ്യമായിട്ടുള്ള ഒരു മഹാനഗരം കാണുന്നത് തൃശ്ശൂർ മഹാനഗരം. അന്ന് അവിടെ ജോൺ ജോ വെറുതെ കിടന്നു. അന്നാണ് ഞാനവിടെ തൃശ്ശൂർ പൂരൊക്കെ ആ സമയത്താണോ ഈ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരൊക്കെ ആ സമയത്തൊക്കെ കണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ PC തോമസിന്റെ പുള്ളിയുടെ ചൈതന്യ ക്ലാസ്സസ് ഉണ്ടായിരുന്നല്ലോ, അവിടെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ ഞാനും കസിനും ഉണ്ട്. ഞാനൊരു നമ്മുടെ PC തോമസിന്റെ കൊച്ചുമോൻ നമ്മുടെ ബാച്ചിലാണ്. അവനിപ്പോ അവിടുത്തെ മാനേജറാണ്. ചൈതന്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. PC തോമസിന്റെ ഏതൊരു സെന്ററിന്റെ PC തോമസിന്റെ അടുത്ത അവൻ ഇത് തന്നെ പരിപാടി ചെയ്യണം. അല്ല, അത് ഭയങ്കര സ്പ്ലിറ്റ് ആയി പോയില്ലേ? അവിടുത്തെ സാറുമാര് തന്നെ അവിടെ ഇപ്പൊ 3-4 ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ തുടങ്ങി. 3-4 അതൊക്കെ അന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 30 കാണും. കാരണം എല്ലാവരും കുറെ നാളൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കാരണം അവർക്ക് എപ്പോഴും ബെസ്റ്റ് അതാ, ഒരു 50 കുട്ടികളെ കിട്ടിയാൽ മതി അവർക്ക് അപ്പൊ അവരെ ഫോക്കസ് ചെയ്ത് അവർക്ക് നല്ല റാങ്ക് വാങ്ങിച്ചു കൊടുക്കാനും പറ്റും. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ PC തോമസിന്റെ അവിടെ എത്ര നാളത്തെ കോച്ചിങ് ആയിരുന്നു? എക്സാം കഴിഞ്ഞു, +2 എക്സാം കഴിഞ്ഞു, മറ്റേ എക്സാം വരുന്ന 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ആ സമയ പരിപാടി ഉള്ളൂ. അത്യാവശ്യം നല്ല ഫീസൊക്കെ ഉണ്ടായിരുന്നു. അതെന്തായാലും കാണും. അപ്പൊ നമുക്ക് അവിടുന്ന് കുറച്ച് ഈ ഇതുപോലെ ഫ്രീഡം കിട്ടി വന്നേക്കുന്ന കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. നമ്മൾ കുറച്ച് ഫ്രീഡം ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ സിനിമ കാണും. ഈ പറഞ്ഞ പോലെ ബസ് സ്റ്റാൻഡിന് തൊട്ടപ്പുറത്തൊരു നല്ല ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്, അങ്ങനെ ഭക്ഷണം കഴിക്കും. പിന്നെ അതിൽ ഈ ചൈതന്യയുടെ ജംഗ്ഷന്റെ അവിടെ തന്നെ ആയിട്ട് ഒരു ഗെയിമിംഗ് സെന്റർ ഒക്കെ ഉണ്ട്. രാവിലെ അവിടെ നിന്ന് ഇറങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് ഇവിടെ വന്ന് ഈ മുട്ട പുഴുങ്ങിയ ചായ കുടിച്ചതിന്റെ ട്രോമയാണ് റിൻഷാദിന് ചായ ഇത്ര ഇഷ്ടം. ഞാൻ അതിന് മുന്നേ നന്നായിട്ട് ചായ അതിനുശേഷം അങ്ങനത്തെ ഒരു ചായ കുടിച്ചില്ല. അഡിക്ഷൻ ആണ് മുട്ട പുഴുങ്ങിയ. അത് ഈ ചില കോഴിമുട്ടയും കോട്ടുണ്ടോ? ഒത്തിരി മുട്ട ഒരുമിച്ച് പുഴുങ്ങുന്നവർക്ക് കഴുകാൻ പറ്റില്ല. അവരെല്ലാം കൂടി തിളപ്പിക്കുന്ന ടേസ്റ്റ് നീ ഏത് മുട്ട വാങ്ങിച്ചാലും ഇനി കിട്ടില്ലത്. പുള്ളി ഈ രാവിലെ വന്നിട്ട് വാർഡൻ ആ ഹോസ്റ്റലിലേ പുള്ളി രാവിലെ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടിട്ട് സുബഹിക്ക് വന്നിട്ട് പ്രായമുള്ളതൊക്കെയാണോ അതോ ചെറുപ്പക്കാരൊക്കെയായിരുന്നു? ഷാഫി എന്ന് തോന്നുന്നു. പുള്ളി വന്നിട്ട് ഈ ഡോർ മറ്റേ ഇരുമ്പിന്റെ ഡോറായിരുന്നു, പട്ട 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 എന്ന് പറഞ്ഞാൽ അതിൽ അടിച്ചിട്ട് പോകും. അപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയിട്ട് അത് മുസ്ലിം ഹോസ്റ്റലാണ്, അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഹോസ്റ്റലാണ്. അവർ റൺ ചെയ്യുന്നതിന്റെ അവർക്ക് അവരുടേതായ റൂൾസും കുറച്ച് റെഗുലേഷൻ. അതായത് സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ല ശരിക്കും. അവിടുന്ന് സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ല, പൊക്ക ഭയങ്കര പാടാ. ഞാനൊക്കെ കട്ടാ പോയിക്കൊണ്ടിരുന്നത്. സമയത്ത് പോയ കുഴപ്പമില്ല. അതാ ഞാൻ അവിടുന്ന് രാത്രി ഒന്നും പടത്തിന് പോകാൻ പറ്റത്തില്ല. നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ക്ലാസ് കെട്ടിയതൊക്കെ വേണം സിനിമയ്ക്ക് പോകാൻ. അപ്പൊ അവിടെ അകത്ത് പള്ളിയുണ്ട്. അപ്പൊ കറക്റ്റ് ടൈമിൽ നിസ്കരിക്കാൻ എല്ലാവരും വരണം. കാരണം അവിടെ താമസിക്കുന്നില്ല, മസ്റ്റായിട്ട് വന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർക്ക് റിസർവേഷൻ ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഒരു മതേതരത്വത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ആ സീറ്റ് ഫില്ല് ചെയ്യാതിട്ടേക്കും ഹിന്ദു ക്രിസ്ത്യൻ സ്റ്റുഡൻസിനുണ്ട്. അപ്പൊ എല്ലാ ഹോസ്റ്റലിലും അങ്ങനത്തെ കുട്ടികളും വരും. കാരണം ഭയങ്കര ഫീസ് കുറവാ, നല്ല ഫുഡ്. അതായത് അവിടെ ഹോസ്റ്റലിലെ ബാക്കി എല്ലാ ഹോസ്റ്റലിനെ അപേക്ഷിച്ച് ബെസ്റ്റ് ഫുഡാണ്. നല്ല ഫുഡ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മുട്ട ഒഴുകിയ വെള്ളമാണെങ്കിലും ബാക്കിയുള്ള ഹോസ്റ്റലിനെ അപേക്ഷിച്ചിട്ട് ബെസ്റ്റ് ഫുഡ് അവിടുത്തെ. നല്ല കൊടുക്കുന്ന കാശിന് വൃത്തി. അതായത് അന്ന് ഞാൻ 1300 രൂപയ്ക്ക് എങ്ങാണ്ട് താമസിക്കുന്ന സമയത്ത് അവിടെ ആഴ്ച ബിരിയാണി, ഒരു ദിവസം നെയ്ച്ചോറും ബീഫും,
പിന്നെ മീൻ പൊരിച്ചത് ആഴ്ച ഒരിക്കൽ എല്ലാ 2-3 ദിവസം മീൻ കറി, അങ്ങനെ അത്രയും നല്ല ഫുഡ് തരുന്നുണ്ട് അവര്. അപ്പൊ ആ ഹോസ്റ്റലായതുകൊണ്ട് അവർ നിർബന്ധിച്ച് നിസ്കരിപ്പിക്കും. അവര് മുസ്ലിങ്ങളല്ലാത്ത നിസ്കരിക്കണ്ട, മുസ്ലിങ്ങൾ നിർബന്ധിച്ച് നിസ്കരിപ്പിക്കും അവര്. അപ്പൊ എന്റെ ചേട്ടനും ഇതേ ഹോസ്റ്റലായിരുന്നു കേട്ടോ. ഓ, അങ്ങനെയാണ് ഞാൻ ഈ ഹോസ്റ്റലിലോട്ട് എത്തുന്നത്. എന്റെ ചേട്ടൻ അതേ ഹോസ്റ്റലായിരുന്നു. അയാളുടെ കൂടെ എന്റെ ചേട്ടൻ അതേ ഹോസ്റ്റലായിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. എന്റെ ചേട്ടൻ അങ്ങനെയായിരുന്നു. എന്റെ ചേട്ടന് ഞാനും പഠിക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. നിന്റെ ചേട്ടൻ നവോദയായിരുന്നോ? അല്ല ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അവൻ നന്നായി. ചേട്ടൻ ഏത് ഇയറായി എഞ്ചിനീയറിംഗ്? അങ്ങനെ ചോദിക്കാം. എന്നെക്കാൾ 5 വർഷം മുമ്പുണ്ട്. അത്ര നിനക്കിപ്പോ എത്ര വയസ്സായി? 33. 30. അപ്പൊ ചേട്ടൻ എന്നെയൊക്കെ മൂത്തതാ, 1 വയസ്സ്. എന്റെ നിങ്ങളുടെ ചേട്ടനും ഇയാളുടെ ചേട്ടനും ഒരുമിച്ച് പഠിച്ചല്ല. എന്റെ ചേട്ടൻ അതിനേക്കാൾ മൂത്ത. അപ്പൊ ഈ എന്റെ ചേട്ടന്റെയും എന്റെ ഇടയിലാണ് നിന്റെ ചേട്ടന്റെ പ്രായം. അപ്പൊ പുള്ളിക്കാരൻ ആ വർഷം വന്നു പോയി. എന്തായാലും അപ്പൊ ഇങ്ങനെ മെയിൻ ആയിട്ട് അവിടെ ഈ ചൈതന്യം ചെന്നപ്പോ ചെയ്തോണ്ടിരുന്നത് പറഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്ത് നല്ല ലൈമും പബ്സും കിട്ടുന്ന ഒരു കടയുണ്ട്. ഇതുപോലെ ഗെയിം കളിക്കുന്ന സ്ഥലമുണ്ട്. നമ്മുടെ അധികം സമയം അവിടെ വോൾവറിന്റെ ഗെയിം ഉണ്ടായിരുന്നു. വോൾവറിന്റെ ഏത് 2 ബട്ടൺ ഞെക്കി വോൾവറിൻ കിടന്ന് കറങ്ങും. ഇത്ര എളുപ്പമാണെന്ന് അല്ല, അതാണ് നമ്മൾ ഈ IIT സ്റ്റോറി പറയാത്തതിന്റെ ഒരു കാരണം അതാണ് പറഞ്ഞത്. അല്ല, ഇതേപോലത്തെ ഉള്ള കഥകളായിരിക്കും. ഇതൊക്കെ തന്നെയുള്ളൂ. എന്നിട്ട് നീ ഗെയിം കളിച്ച് പബ്സും കഴിച്ച് പഠനം എവിടെ? പഠനം എവിടെ? ഇതിൽ പഠിത്തം വന്നിട്ടില്ല. ക്രാഷ് കോഴ്സിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പഠിച്ചേയില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിന് കിട്ടിയില്ല. കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പേടിച്ചു പോയി. ഇനി പറഞ്ഞു. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ പല ബ്രില്യന്റിൽ എത്തുന്നത്. ഓക്കെ, തീരുമാനിച്ചു. നിനക്കപ്പോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നീ ആ തീരുമാനം എങ്ങനെയാണ് എടുത്തത്? അതായത് റിപ്പീറ്റ് ചെയ്യണം. നിനക്ക് എവിടെ കിട്ടിയായിരുന്നു ആ സമയത്ത്? എടുക്കുന്ന ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞ ചേട്ടനോട് ഏതാടാ നല്ലത് പറഞ്ഞു. IIT. ഓക്കെ, അതിനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്, അവിടെ പൊക്കോ. അപ്പൊ പാല ബ്രില്യന്റ് ആണ്. അപ്പൊ ചുമ്മാ അപ്പൊ പാല ബ്രില്യന്റ് ഈ ഒരു ട്രസ്റ്റഡ് സോഴ്സ് ഒരു ഇൻഫർമേഷൻ കിട്ടിയോ പോവാ. അതിൽ കൂടുതൽ അതിന്റെ അപ്പുറം ഇപ്പുറം നോട്ടം. മറ്റേ ക്രാഷ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിനക്ക് എഞ്ചിനീയറിംഗില് കേരളെങ്കിലും കിട്ടിയോ? ക്രാഷില് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തൊന്നും പോലും എനിക്ക് ഓർമ്മയില്ല. എവിടെ അഡ്മിഷൻ കിട്ടിയൊന്നും പോലും എനിക്ക് എഴുതിയായിരുന്നു. എക്സാം എഴുതിയോ? ചിലപ്പോൾ എഴുതിയിട്ടുണ്ടോ? അത് നിനക്ക് അതിനെപ്പറ്റി ധാരണയില്ല. എനിക്ക് ഒന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല, ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പാലയിലോട്ട് പോയി. ഇനി നീ വേണമെങ്കിൽ നിന്റെ ക്ലാസ്സിന്റെ കഴിഞ്ഞിട്ട് നീ കോച്ചിങ് സെന്ററിൽ എത്തട്ടെ. ഞാനൊരു പഠിപ്പിയായി മാറുന്ന 4ാം ക്ലാസ്സില് സമയത്താണ്. അത്ര ബൈക്കിലേക്ക് പോകണമെന്നില്ല. അല്ല, അത് പറയണം. കാരണം എന്താന്ന് വെച്ചാല് ഈ പഠിപ്പി ലേബല് വീണ് കഴിഞ്ഞ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. പക്ഷെ അത് ഇത് ചെയ്താലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലേ, അൺലെസ് യു ആർ അത്രയും ബ്രില്യന്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു പോയിന്റിലോട്ട് എത്തുന്നത്. അതായത് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ വേറെ പല കാര്യങ്ങളും നമ്മൾ പുറകോട്ടാണ്. നമ്മൾ ചിലപ്പോൾ സോഷ്യലി ഓക്വേർഡ് ആവും നമ്മൾ. പക്ഷെ അത് ആൾക്കാർ കളിയാക്കുകയും ചെയ്യും. അതിനാണെങ്കിൽ തുപ്പലടിക്കും പഠിപ്പിന്ന് പറഞ്ഞു. ഫീമെയിൽസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ പലതും എനിക്കത് മനസ്സിലായി. ഞാനിതാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പഠിക്കുന്ന കുട്ടികളെ കളിയാക്കുന്നത് വളരെ മോശം പരിപാടിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ 9th ക്ലാസ്സിൽ ഒരു ഫൗണ്ടേഷൻ JEE കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. ഫൗണ്ടേഷൻ പ്രോഗ്രാം 9th. ഞാൻ കോളേജൊക്കെ കഴിഞ്ഞിട്ട് IIT ഇല്ല, ഞാൻ IIT അറിയാൻ കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. IIT എന്ന് പറഞ്ഞൊരു സാധനം അവിടെയാണ് സ്മാർട്ട് പിള്ളേരും. ഉണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് പോകണം എന്നുള്ളതുണ്ട്. ഞാനാണെങ്കിൽ ആ സമയത്ത് ക്വിസും ടോപ്പ് പഠിപ്പിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ ഞാൻ ഭയങ്കരമായിട്ട് ടോപ്പ് പെർഫോം ചെയ്യുന്നത്. കാരണം എനിക്കാണെങ്കിൽ ഞാൻ ചേച്ചിയുടെ ബുക്കൊക്കെ എടുത്ത് പഠിക്കുമായിരുന്നു അങ്ങനെ. കാരണം അവിടെ മാർക്ക് കൂടുതൽ മേടിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനിലൂടെ ആയിരിക്കാം. അപ്പോൾ അവിടെ എനിക്ക് ഒരു മാർക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റുന്ന ഒരു പരിപാടിയാണ്, ഈ ഒരു ട്രാക്ക് പിടിക്കണം എന്നുള്ള. അങ്ങനെ ഞാൻ 9th JEE കോച്ചിങ് ഫൗണ്ടേഷന് പോയിട്ടുണ്ട്. പിന്നെ 10th സ്കൂളിൽ പഠിത്തം. പിന്നെ 11th 12th ഞാൻ ട്രിവാൻഡ്രത്ത് മാത്ത് IIT എന്ന് പറഞ്ഞിട്ട്, ട്രിവാൻഡ്രത്ത് അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. മാത്ത് IIT ആക്ച്വലി ഫിസിക്സിന് ഒരു പ്രോപ്പർ ഫാക്കൽറ്റി ഒന്നുമില്ല. പക്ഷേ കെമിസ്ട്രി വൻകിടിലുമായിരുന്നു, മാത്സും വൻകിടിലുമായിരുന്നു. കെമിസ്ട്രിയിലെ ഫാക്കൽറ്റി അടിപൊളി ഫാക്കൽറ്റി ആയിരുന്നു. അയാൾ കെമിസ്ട്രി പഠിപ്പിച്ച് എനിക്ക് കെമിസ്ട്രി ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ മറ്റേ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. പ്രകാശ് ഓജ എന്നായിരുന്നു. മാത്സിലും അവിടെ അജിത് ദൂബെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ഈ എക്സ്റ്റേണലി എന്നെ പുഷ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഞാൻ കുറേ ട്യൂഷനൊക്കെ എൻറോൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ട്യൂഷന് പോവും, കോച്ചിങ്ങിന് പോവും. വേറെ വല്ലതും നല്ല സാറുമാരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും. അങ്ങനെ വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറിയ ഒരു പഠിത്ത രീതിയായിരുന്നു എൻ്റെത്.
അപ്പോൾ അങ്ങനെ ഞാൻ തപ്പിപ്പോയപ്പം PC തോമസിൻ്റെ അവിടെ നിന്ന് വന്ന ഒരു സാറാണ് സണ്ണി എബ്രഹാം. പുള്ളി ചൈതന്യ ക്ലാസ്സസ് എന്നാണെന്ന് തോന്നുന്നു. പുള്ളി ട്രിവാൻഡ്രത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ പേര് പണ്ടേ ഭയങ്കര പോപ്പുലർ. സണ്ണി സാർ. ഈ സണ്ണി സാറാണ് ആക്ച്വലി എനിക്ക് MCQ ഇത്രയും കിടിലമായിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തന്നെ. ആക്ച്വലി എനിക്കാണെങ്കിൽ MCQയിൽ കിട്ടുന്ന അത്ര റിസൾട്ട് വേറെ എവിടെയും അങ്ങനെ എഴുത്തിലൊന്നും കിട്ടില്ല. കാരണം എനിക്ക് സണ്ണി സാർ ഭയങ്കര അടിപൊളിയായിട്ട് അങ്ങേര് ഇങ്ങനെ ആ എലിമിനേഷൻ അങ്ങനത്തെ ഈ ഒരു ട്രിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അയാൾ ഒരു തൃശ്ശൂർ സ്ലാങ്ങിലായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഭയങ്കര രസകരമായിട്ടാണ് അയാൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇങ്ങനെ സോൾവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങേര് പലപ്പോഴും ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അങ്ങേര് തന്നെ പറയും ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, ഇതിപ്പോൾ എടുക്കണ്ട പിന്നെ എടുക്കാം. അപ്പോൾ എനിക്കും ആക്ച്വലി ഞാൻ ഈ 12-ലൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങേരുടെ സ്റ്റൈല് അത്ര ഇംപ്രഷനബിൾ ആയിരുന്നു. ഞാനും ക്വസ്റ്റ്യൻസ് എൻ്റെ അകത്ത് സോൾവ് ചെയ്യുമ്പോൾ തൃശ്ശൂർ സ്ലാങ്ങിലാണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ അയാളുടെ കുറച്ചൊരു സ്റ്റൈല് സാധനം വന്നിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് വീണ്ടും കാറ്റൊക്കെ ഇത്ര പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ആ ഒരു MCQ സാധനം ഇങ്ങനെ ട്രെയിനിങ് ചെയ്ത് സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴും നീ കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴെന്നാ ഇനി കാര്യമില്ലല്ലോ. അല്ല, നിങ്ങൾ സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഒരു കാര്യം അറിഞ്ഞത് വേറെ വല്ലവരും പഠിപ്പിക്കാനും എല്ലാത്തിനൊക്കെ യൂസ് ചെയ്യണ്ടേ? ലൈവ് പോയിട്ട് പിള്ളേരെ പഠിപ്പിക്കടാ. ഞാൻ ഈ അലക്സിനൊക്കെ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഞാൻ കാറ്റ് പഠിപ്പിക്കുമായിരുന്നു. ആക്ച്വലി ആവശ്യത്തിന് ഇൻകം കിട്ടുന്ന പരിപാടിയായിരുന്നു. കാറ്റിൽ മറ്റേ വെർബൽ ലോജിക്കൽ റീസണിങ് ഞാൻ പഠിപ്പിക്കുമായിരുന്നു. MBA കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന സമയത്ത് പഠിപ്പിക്കുമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാത്ത് IIT അവരെല്ലാ വീക്കെൻഡും ഒരു പരീക്ഷ നടത്തും. ആ പരീക്ഷയിൽ ടോപ്പ് 3 റാങ്ക്സ് വരുന്നവരുടെ ഫോട്ടോ വരും, മനസ്സിലായല്ലേ? അപ്പോൾ ഞാനും വേറെ ഒരാളായിരുന്നു മേജർ കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആര് ഫസ്റ്റ് വരും എന്നുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീക്കും ഈ എക്സാം ഉണ്ടായിരുന്നു. അപ്പം എല്ലാ വീക്കും ഞാനാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് അടിക്കും, ചില വീക്ക് സെക്കൻഡ് അടിക്കും, ആ വീക്ക് ഞാൻ തിരിച്ചു കയറി ഫസ്റ്റ് അടിക്കും. അങ്ങനെ ഫസ്റ്റ് അടിക്കാൻ നിനക്ക് ആ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന ആരാണ്? അമൽ ജോയ് എന്ന് പറഞ്ഞിട്ട് ജൂനിയറായിട്ട് വന്നു. ഞാൻ റാഗ് ഒക്കെ ചെയ്തു. അത് പറയാം, അത് പിന്നെ അകത്ത് കയറിയിട്ടുള്ള കഥയായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ. അപ്പം ഞാൻ അത്ര ലോങ് ടേം ആയിട്ട് ചിന്തിച്ചിട്ടില്ല. ഈ വീക്ക് പക്ഷെ അതിൻ്റെ ഒരു എഫേർട്ട് ഞാൻ ഭയങ്കര അധികം ഇടുമായിരുന്നു. ഞാൻ കുറേ ആ പറയുന്ന ടോപ്പിക്സിൻ്റെ സിലബസിൻ്റെ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്തിട്ട് ഞാൻ പോയിട്ട് ഫസ്റ്റ് അടിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനാണെങ്കിൽ പല ട്യൂഷൻസിന് പോവും. എവിടെയെങ്കിലും മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുക്കാൻ പോവും. അങ്ങനെ ഒരു സാധനം ഞാൻ എന്നെ തന്നെ കുറേ പുഷ് ചെയ്യുമായിരുന്നു. ഞാൻ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത്ര എഫേർട്ട് ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ടായിരിക്കും സ്റ്റാർട്ടപ്പിന്റെ സമയത്തും. ഇപ്പൊ ഞാൻ പോക്കറ്റിലൊക്കെ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അതിന്റെ അത്ര ഇത് അതാണ് ഈ നമ്മളൊരു അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഒരു സാധനം കിട്ടുമ്പം എപ്പോഴും ഞാനിപ്പോൾ ഒരു IIT ഹയർ ചെയ്യുമ്പോൾ എനിക്കറിയാം ഇവന് അത്രത്തോളം എഫേർട്ട് ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അവന് ഒരു സാധനം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവന് എഫേർട്ട് ഇട്ട് അത് കണ്ടുപിടിച്ചോളും എന്നുള്ളൊരു സാധനം നമുക്ക് ഉണ്ട്, അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്ര എഫേർട്ട് പിന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് അന്ന് ഞാൻ എഫേർട്ട് ഇടാൻ ഒരു പ്രധാന കാരണം ഈ ഒരു കോമ്പറ്റീഷൻ, എനിക്ക് വാലിഡേഷൻ സാധനം, ഞാൻ ആ സ്മാർട്ട് പഠിപ്പി അത് തന്നെ കീപ്പ് ചെയ്തോണ്ട് പോണം എന്നുള്ള ഒരു സാധനം വന്നു. അതെ, അതാണ് എന്റെ. ഹയർ സെക്കൻഡറി പഠിക്കുന്ന കൂട്ടത്തിലല്ലേ നീ പറയുന്നത്? 11th 12th പഠിക്കുന്ന കൂട്ടത്തിൽ 11th 12th പഠിക്കുന്ന കൂട്ടത്തിൽ മാത്ത് IIT പോകുന്നു. മാത്ത് IIT പിന്നെ മാത്ത് IIT അല്ലാതെ വേറെ ഞാൻ 12th കഴിഞ്ഞപ്പോ തന്നെ IIT ക്ലിയർ ചെയ്തു. ഞാൻ 12th കഴിഞ്ഞ പിന്നെ ഒരു കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്ന സമയത്തും ഇതേപോലെ എനിക്ക് ഫാക്കൽറ്റി എനിക്ക് ഫിസിക്സിൽ ഒരു അത്ര നല്ല ഫാക്കൽറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫിസിക്സ് ഭയങ്കര വീക്കായിരുന്നു. എനിക്ക് ഏറ്റവും ചാലഞ്ച് വരുന്നത് എനിക്ക് കെമിസ്ട്രി മാത്സും ടോപ്പ് മാർക്കാണ്. പക്ഷേ ഫിസിക്സിൽ ഞാൻ ഭയങ്കര വീക്കായിരുന്നു. എനിക്ക് മെക്കാനിക്സ് ഒന്നും വിഷ്വലൈസ് ചെയ്യാനുള്ള ആ ഒരു സാധനം കിട്ടിയിട്ടില്ല. കാരണം എനിക്കത് പഠിപ്പിച്ച് വന്നിട്ടില്ല എൻ്റെ തലയിൽ. അപ്പോൾ അവസാനം ഞാനാണെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് ഞാൻ മെക്കാനിക്സ് ഒഴിച്ച് ബാക്കിയുള്ള വേവും അങ്ങനത്തെ കുറേ ടോപ്പിക്കില്ലേ, അത് പിന്നെ മനസ്സിലാക്കി, ഇലക്ട്രിസിറ്റി അങ്ങനത്തെയൊക്കെ ടോപ്പിക്കില്ലേ, അതൊക്കെ പഠിച്ച് ഞാൻ ഫിസിക്സിലൊരു മീഡിയം ലെവലും ബാക്കി മാത്തിലും കെമിസ്ട്രിയിലും ഭയങ്കര ടോപ്പ് ലെവലും പഠിച്ച്. പക്ഷേ എനിക്ക് IIT-യിൽ ഞാൻ ജസ്റ്റ് IIT-യിൽ എനിക്കാണെങ്കിൽ അപ്പോൾ എനിക്ക് എപ്പോഴും പോകാൻ ആഗ്രഹം IIT മദ്രാസ് ആയിരുന്നു. നിനക്കും അങ്ങനെയായിരുന്നു?
എനിക്ക് ഇല്ല, എനിക്ക് IIT യൂട്യൂബിൽ ഒരു IIT മദ്രാസിൽ ഒരു കുട്ടിയുടെ ഫസ്റ്റ് ഡേ എന്തോ ഒരു വീഡിയോ ഉണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കാണുന്ന സാധനം. അപ്പോൾ എനിക്കും ഈ മാത്ത് ഐറ്റിയിൽ ഈ IIT ക്ലിയർ ചെയ്തവരുടെ പടം ഇത്ര വലുതായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹം അതുപോലെ പടം വരണമെന്നാണ്. ഇവരൊക്കെ IIT മദ്രാസിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ലിയർ ആയിരുന്നു IIT മദ്രാസിൽ തന്നെ പോകണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. IIT മദ്രാസ് ആ ക്യാമ്പസ് അതിൽ അതുണ്ട് എന്നുള്ളൊരു സാധനം ഞാൻ ആർട്ടിക്കിളൊക്കെ വയ്ക്കുന്നു. IIT മദ്രാസിൽ ആൾക്കാർ ഇരുന്നൊക്കെ എന്നിട്ട് അവിടെ എന്തൊക്കെയുണ്ട് മനസ്സിലാക്കുമായിരുന്നു. ഇത് അടിപൊളി സ്ഥലം. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ആക്ച്വലി IIT വന്നിട്ട് മാർച്ചിൽ നമ്മുടെ ബോർഡ് തീർന്നു കഴിഞ്ഞിട്ട് ഏപ്രിലായിരുന്നു IIT വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കേരളയുടെ സമയത്തൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ കേരള എൻട്രൻസിന്റെ തലേദിവസം ടേക്ക് ഇറ്റ് സിയാസിന് പോയത് അത് ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത്രയും IIT ആണ് മെയിൻ ഫോക്കസ്. അത്രയും മസിലിട്ട് പഠിച്ച IIT എനിക്ക് ആക്ച്വലി IIT എനിക്ക് 1086 എന്റെ റാങ്ക്. പക്ഷെ ഇതിന് മുമ്പേ ഞാനാണെങ്കിൽ എന്നിട്ടാണോ നീ കേരള എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചത്? അത്രയും റിലാക്സ്ഡ് ആയിട്ടാണ് പോയിരുന്നു. ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻസർ കീ ചെക്ക് ചെയ്യും. അപ്പൊ ഏകദേശം കഴിഞ്ഞ വർഷം വന്നേക്കുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡ്മിഷൻ വന്നേക്കുന്ന റാങ്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടും, ഇത്ര മാർക്ക് ഉണ്ട്, ഓക്കെ സെറ്റ് ആണ്. എനിക്കാണെങ്കിൽ അതേപോലെ ഞാൻ നോക്കിയപ്പോ എനിക്ക് കിട്ടിയ 500ാമത്തെ റാങ്കാണ്. 500ാമത്തെ റാങ്ക് ആയിരുന്നു ഫിജി റാങ്ക് പ്രെഡിക്ടറി പറഞ്ഞ. ഇതാണ് ഏറ്റവും ആക്യുറേറ്റ് എന്ന് പറഞ്ഞപ്പം 500ാമത്തെ റാങ്കിന് മദ്രാസിൽ എന്ത് കിട്ടും? മെക്കാനിക്കൽ കിട്ടും. ഇത് കഴിഞ്ഞിട്ടാണ് കേരള എൻട്രൻസ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് റാങ്ക്. അപ്പൊ ഈ ഫസ്റ്റ് റാങ്ക് വന്നപ്പോൾ ആൾക്കാർ ഒന്ന് ചോദിച്ചു എന്താണ് അംബീഷൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാൻ. അപ്പൊ ഈ മറ്റേ ഇതിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും കൊടുക്കാം. ഫസ്റ്റ് റാങ്കുകാരന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് താല്പര്യം പറഞ്ഞിട്ട് എന്നിട്ട് പക്ഷെ റാങ്ക് വന്നപ്പോ എനിക്ക് ഇതായിരുന്നു 1000 കഴിഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിരുന്നു നമുക്കവിടെ IIT ഒരു ഡുവൽ പ്രോഗ്രാം ഉണ്ട്, ബിടെക് പ്രോഗ്രാം. ഡുവൽ എന്ന് പറഞ്ഞാൽ ബിടെക് എംടെക് 5 വർഷത്തേക്ക് കിട്ടും. അതല്ലേ നീ എടുത്ത് എൻ്റെ അത് ബിടെക്. അപ്പൊ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഡുവൽ പ്രോഗ്രാം ഒരിക്കലും എടുക്കില്ല, 4 വർഷത്തെ പ്രോഗ്രാം എടുത്താൽ മതി എന്ന് പറഞ്ഞു. വാല്യൂ കൂടുതലെന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് കാരണം എന്ന് അറിഞ്ഞൂടെ. അങ്ങനെ ഞാൻ കെമിക്കലാണ് എടുത്തത്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഞാൻ ബ്രാഞ്ച് ചേഞ്ച് അടിച്ച് മെക്കാനിക്കലിലോട്ട് പോയി. ദീപു, നിനക്കപ്പോ +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? നീ ഈ MCQ ക്ലിയർ ചെയ്തല്ലോ, ഫസ്റ്റ് റാങ്ക് കേരള എൻട്രൻസ് 94.8. CBSE ആയിരുന്നു നീ? 94. അവിടെ കുഴപ്പമില്ലാത്ത മാർക്ക് നിനക്കുണ്ട്. പഠിപ്പിച്ചിട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് ട്യൂഷന് പോയായിരുന്നു. എന്നിട്ട് 7 മണി തൊട്ട് സ്കൂള്, എന്നിട്ട് വൈകിട്ട് IIT കോച്ചിങ്. അങ്ങനെ നീ ഉറങ്ങി തിന്നുകയും ചെയ്യുന്നത് ഇത് സത്യം പറഞ്ഞ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് ഇതിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ക്രിക്കറ്റ് കളിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ IPL കളിക്കുമായിരുന്നു. അല്ലേ? ഇല്ല, അത് IIT പോലെ അതിനകത്ത് കുറച്ചുകൂടെ പൊളിറ്റിക്സും കുറെ കാര്യങ്ങളോടെ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പാലയിലേക്ക് വിട്ടേക്കാം, ചെറുക്കെ എവിടെത്തി നോക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ നീ നേരത്തെ പറഞ്ഞപ്പോഴാലേ IIT കുറിച്ചുള്ള അവയർനെസ് വന്ന ഈ ദക്ഷിണയുടെ പരീക്ഷ വന്നപ്പോഴാണ് നമ്മുടെ ഇടയിൽ ബസ് വരുന്നത്. IIT എന്ന് പറഞ്ഞ സംഭവം ഇത് ബന്ധു ഭയങ്കര സാധനമാണെന്നുള്ളൊരു സാധനം. സർക്കിളിൽ IIT പോകുന്നായിരുന്നു. പഠിപ്പിയാണോ അങ്ങനെയുള്ള സംസാരമൊക്കെ വന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയി ഏത് വെക്കേഷന് പോയ സമയത്ത് നമ്മുടെ ചേട്ടന്റെ പഴയ എൻട്രൻസിന്റെ ബുക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ താങ്ങിയെടുത്ത് കൊണ്ടുവന്നു തോന്നുന്നുണ്ടോ. അവിടെ നിന്നാണ് ആഗ്രഹം തുടങ്ങുന്നത്. ഈ മറ്റേ MCQ ഉള്ള മറ്റേ ദിനേശിന്റെ കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു അട്ടിക്ക്. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയ പടമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതാ കണ്ടിട്ട് അതൊക്കെ കണ്ട ഞാൻ പറയാം ഇവന്മാരൊക്കെ കട്ടിത്താടിയും മീശക്കുള്ള അല്ലെങ്കിൽ മറ്റേ സിംഗുമാര് ഇവരുടെയൊക്കെ ഫോട്ടോ വരിക. പണ്ട് എനിക്ക് അറ്റംപ്റ്റ്സിന്റെ നമ്പർ കൂടുതലൊക്കെ ആയിരുന്നു തോന്നുന്നു അല്ലേ? പണ്ട് അപ്പൊ ഇവരുടെ പഴയ 2 പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ഇവര് ഭയങ്കര അപ്പൊ നമ്മൾ നോക്കുമ്പോ ഈ ഭീകരന്മാരൊക്കെയാണ് ഇവിടെ പോകുന്ന ആ സാധനം ഉണ്ടല്ലോ. പണ്ടിങ്ങനെ പഠിച്ചു 6-7 വർഷമൊക്കെ പഠിച്ച IIT പോണ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പാലയിൽ അഡ്മിഷൻ എടുക്കുന്നു. അപ്പൊ തരക്കേടില്ലാത്ത മാർക്ക് ഉണ്ട് +2. അതുകൊണ്ട് ചെറിയൊരു എന്താ പറയാ സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ എമൗണ്ട് റിഡക്ഷൻ ഒക്കെ കിട്ടി. അവരുടെ IIT ബാച്ച് ഒരു 3 ബാച്ച് ഉണ്ട് ആ സമയത്ത്. അപ്പൊ അങ്ങനെ അവിടെ ബാച്ചിൽ അഡ്മിഷൻ കിട്ടുന്നു. അവിടെ തന്നെ മുത്തോലിക്കാവിലയില് ഒരു തമസ എന്ന് പറയുന്ന സമൂസ ഫലത്തൊരു ഹോസ്റ്റലുണ്ട്. 2 സൈഡ് റോഡ് ഉണ്ട്, അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഹോസ്റ്റല്. അവിടെയായിരുന്നു താമസം. അവിടെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രജിത്ത്, ഫ്ലഫി, നമ്മുടെ പ്രണവ് ഒക്കെ അവിടെ തന്നെയായിരുന്നു താമസം.
ഓക്കെ, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ എന്റെ കൂടെ പിന്നീട് എംടെക്കിന് വന്ന നിവിൻ എന്ന് പറഞ്ഞ അവനായിരുന്നു എന്റെ റൂംമേറ്റ്, അവനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അർജുൻ ഉണ്ടായിരുന്നു, അവൻ NIT-ല്. അവർക്ക് വേറെ ബാച്ചാണല്ലോ. എനിക്കൊന്ന് ഇവിടുന്ന് ടീച്ചേഴ്സ് പോയിട്ട് അവിടെ അവരുടെ സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കായിരുന്നു തോന്നുന്നു അല്ലേ? അവിടെ സാപ്സ് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് കോട്ടയത്ത്, അവരായിട്ട് ടൈപ്പ് ആയിരിക്കും, അവരുടെ സ്കൂളുമായിട്ട് ടൈപ്പാണ്. അപ്പൊ ഈ അലക്സ്, കാർത്തിക്, നമുക്കറിയാവുന്ന കുറെ പേര് സാപ്സ് തോന്നുന്നുണ്ട്. പക്ഷെ അവരും ബ്രില്യൻ പാലല്ലേ. ആ പാലയിലുള്ള ടീച്ചേഴ്സായിട്ട് ആ സ്കൂളായിട്ട് ടൈപ്പ് ഒരു പരിപാടി ഉണ്ടല്ലോ. അല്ല, അപ്പൊ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ പുറകിൽ ഒരുത്തായിരിക്കുന്നു. അപ്പൊ അന്നത്തെ ചേട്ടനെ പോലെ നല്ല റാങ്ക് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ക്ലിയർ ആയ എല്ലാവരും ക്ലിയർ ചെയ്ത ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അലക്സിന് നല്ല റാങ്ക് ഉണ്ട്. ദീപക് ഇങ്ങനെ കഷ്ടപ്പെട്ട് തിരിയുന്നത് ദീപകിന്റെ കഴുത്ത് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടെ നല്ല ഞാൻ ചിരിച്ച് മറിയായിരുന്നു, എനിക്ക് ചിരിക്കാൻ പോലും പറ്റണില്ല. അതെ, നമ്മളപ്പോ ഈ കോച്ചിങ്ങിന് കയറുമ്പോൾ നമുക്ക് ഈ ദീപക് പറഞ്ഞ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അടുത്ത ടീച്ചേഴ്സാണ്. അപ്പൊ നല്ല വൈബുള്ള ടീച്ചർമാരാണെന്നുണ്ടെങ്കിൽ നമ്മളും അടിപൊളിയായിട്ട് പഠിക്കും. അപ്പൊ അവിടെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുള്ള രണ്ടാൾക്ക്, ഒരു അരവിന്ദ് സാർ ഉണ്ടായിരുന്നു, ഒരു ചന്ദ്രലാൽ സാർ ഉണ്ട്. ചന്ദ്രലാൽ സാർ വരുമ്പോ തന്നെ ഇങ്ങനെ ആ ഒരു പുള്ളിയൊരു ഈ ഒരു ആട്ടമാണ്. പുള്ളിക്കാർ ഇത്ര എക്സാജറേറ്റഡ് പറയുന്നുണ്ടെങ്കിൽ പുള്ളി ഈ ഒരു വൈബിലാണ് എപ്പോഴും വരിക. അരവിന്ദ് സാറും ഇയാളും തമ്മിൽ എപ്പോഴും ഒരു ബാൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഇയാള് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും, അത് അടുത്ത പീരീഡ് ഇയാൾ വരുമ്പോ ഇയാളുടെ അടുത്ത് പറയും. അപ്പൊ ഇവര് തമ്മിലൊരു കളിയേക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. ഓക്കെ, അങ്ങനെ കുറച്ച് നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസം പരീക്ഷ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഡെയിലി എക്സാം ഉണ്ടായിരുന്നു, ഡെയിലി പരീക്ഷ. പിന്നെ അതുപോലെ റാങ്ക് പിടിക്കുന്ന മൊത്തം ബാച്ചിന്റെ നമ്പർ ഇത്ര, അതിൽ നിങ്ങളുടെ റാങ്ക് ഇത്ര. എങ്ങനെയാന്ന് വെച്ചാൽ ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ റാങ്ക് വെച്ചിട്ടാണ് ആൾക്കാർ ബാച്ച് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ABCD ഡിവിഷൻ ഒക്കെ ഉണ്ട്. അത് പക്ഷേ ഭയങ്കര തല്ലുപടി പരിപാടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരേ കാശ് കൊടുത്തിട്ട് വരുന്ന കുട്ടികളായിരിക്കും. എന്നിട്ട് ബെസ്റ്റ് ടീച്ചേഴ്സിന് ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല റാങ്ക്, അത് എന്ത് തല്ലുപൊളി ഏർപ്പാട്. ഏറ്റവും ഓടുന്ന കുതിരയിലല്ലേ കാശ് ആൾക്കാർ ഇടും. അത് തേങ്ങയാണ്. അത് പക്ഷേ ബാസ്റ്റിന് ഇതുപോലെ ക്രാഷ് കോഴ്സിന് PC സോമസിന്റെ ഞാൻ പറ്റില്ല. എന്നിട്ട് ബാസ്റ്റിന് ഇതുപോലെ പ്രാവശ്യം കോപ്പി അടിച്ച് പരീക്ഷ എഴുതി, പ്രാവശ്യം റാങ്ക് പിടിക്കാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ പറയണേ റാങ്ക് അനുസരിച്ച് എടുത്താന്ന് ബാസ്റ്റിൻ ഫ്രണ്ടില് പെട്ടു മനസ്സിലായി. ബാസ്റ്റിന് എന്റെ ഒരു ക്ലാസ്, ഞാൻ 11ാം ക്ലാസ്സിൽ ഞാനിങ്ങനെ 11ാം ക്ലാസ്സിൽ ഒരു ട്യൂഷൻ സെന്ററിൽ ഒരു കോച്ചിങ് ഇത് കൊടുക്കായിരുന്നു. എക്സാം കൊടുക്കുമ്പം എൻ്റെ കൂടെ ഒരുത്തൻ കോപ്പി അടിച്ചു. അപ്പൊ അവൻ അറിഞ്ഞുകൂടാ ഞാൻ ഇത്ര പഠിപ്പിയാണെന്നുള്ളത്. അപ്പൊ അവസാന റിസൾട്ട് വന്നപ്പം 480 എനിക്ക് 450, അങ്ങനെ ഇവന് 380. അത് കഴിഞ്ഞാൽ പിന്നെ 200-ലൊക്കെ ഉള്ളു. അവന്റെ ഫോട്ടോ ഇരിക്കുന്നില്ലേ, പിറ്റേന്ന് വന്നപ്പോ ഫോട്ടോ ഇരിക്കുന്നത് അവയിരുന്നു എല്ലാം കോപ്പി അടിക്കണ്ടെന്നൊക്കെ. ഇതിന്റെ ഓപ്പോസിറ്റ് കഥ എനിക്കുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. ഞാൻ ഈ കർണാടക വെച്ച് മുടിയൊക്കെ ആ സമയത്ത് ഫസ്റ്റ് ഇയറിലൊന്നും മുടിയൊക്കെ വെട്ടിയിട്ട് ക്ലാസ്സിൽ പോയിട്ടില്ലെന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയർ തുടങ്ങി ക്ലാസ് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞിട്ട്, അപ്പൊ ഞാൻ എന്റെ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം സാറൊരു ദിവസം ഫൈനൽ അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് മാനേജ്മെന്റിൽ ഏത് 4 പിള്ളേർ എടുത്തിട്ട് ക്ലാസ് ഒക്കെ തുടങ്ങി പരിവായിണ്ട്. ഞാൻ ചെല്ലുമ്പോ തന്നെ ഞാൻ ഫൈനൽ അലോട്ട്മെന്റിലാണ് കോളേജിൽ ചേർന്നത്. അതും കഴിഞ്ഞ് മാനേജ്മെന്റ് സീറ്റിൽ ഒരുത്തനെ കൊണ്ടുവന്നേക്കാം ക്രിസ്മസിന്റെ എന്നിട്ട് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ഒരുത്തനെ കൊണ്ടുവന്നേക്കാം. ജീമോനെ കണ്ടറിയാൻ ജീമോൻ ഉഴപ്പ്. പക്ഷെ അതിന് മാർക്കൊക്കെ ഉണ്ട്. അവന് കാണാപ്പാടം പഠിക്കാൻ ഭയങ്കര സ്കില്ലുള്ളതാണ്. അവൻ പറയണ ഒരു സാധനമാണ് ഞാൻ എന്റെ സെറ്റിൽ ഞാൻ പറയണ പോലെയായിട്ട് പറയുന്നത്. അതായത് അവൻ മറ്റേ സെൽഫ് ഇൻട്രൊഡക്ഷൻ കാണാപ്പാടം പഠിച്ചിട്ട് ഒറ്റ സ്ട്രെച്ചിൽ അവന് പറയണേ പറ്റും. അതിന് ജീവനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തെറ്റും. ഇതിന് ആദ്യത്തെ എന്ന് പറയണം. അപ്പൊ ജീവൻ കാണാപ്പാടം പഠിക്കാൻ ഭയങ്കര മിടുക്കനൊക്കെ. അപ്പൊ ജീവനെ ഫസ്റ്റ് ഇതിൽ കൊണ്ടുണ്ടാക്കാം. അപ്പൊ ഞാനിവിടെ പിള്ളേരായിട്ടൊന്നും മിക്സപ്പ് ആയിട്ടില്ലല്ലോ. ബാക്കി എല്ലാ പിള്ളേരും ക്ലാസ് തുടങ്ങുമ്പോഴല്ലേ, ഞാൻ ഏറ്റവും അവസാനം വന്ന ഇതിലുള്ളതല്ല. അപ്പൊ ഞാനിങ്ങനെ ഒറ്റപ്പെട്ട നിലയിൽ അവിടെ ഇവിടേക്ക് ഇരുന്നോണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ക്ലാസ് പരീക്ഷ വന്നപ്പോ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ലുക്കിൽ ഞാൻ പഠിപ്പിച്ചാ നമ്മുടെ അടുത്ത് ഇൻഫോസിസിലാണോ DCSലാണോ പ്ലേസ്ഡ് ആയെന്ന് ചോദിക്കുള്ളൂ. ആ ലെവലിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ക്ലാസ് പരീക്ഷ ഞാൻ ചില്ലായിട്ട് ഇരിക്കുന്നത്. പിള്ളേർ ഇരുന്ന് പുസ്തകം എടുത്ത് മറയ്ക്കുന്നു, അത് ചെയ്യുന്നത്. അപ്പൊ ജീമ അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞത് ഞാൻ ഇവിടെ ഇരിക്കാടാന്ന് പറഞ്ഞു. ഞാൻ ജീമാനെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. കുഴപ്പമില്ലടാ, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നീ ഇരുന്നോ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പരീക്ഷ തുടങ്ങിയിട്ട് ഞാൻ ജോൺ റോൾ നമ്പർ
ഞാൻ ടീം എഴുതടാ. അപ്പൊ ഞാൻ എന്തെഴുതാ എഴുതടാ. അപ്പൊ എടാ ഞാനെന്നെ നിന്നോട് പറഞ്ഞു ഒന്നും പഠിച്ചില്ല, നീ ഇത് കാര്യമായിട്ട് പറയണം, നീ ഒന്നും പഠിച്ചിട്ടില്ല. സാധാരണ പഠിപ്പിന്റെ ഇതാ പറയുന്നത്. അപ്പൊ ഞാനൊന്നും പഠിച്ചില്ല. ജീവൻ അപ്പുറത്തുനിന്ന് പേപ്പർ വാങ്ങി, ഇപ്പുറത്തുനിന്ന് പേപ്പർ വാങ്ങി. അതിന് തുടങ്ങിയില്ലേ ക്ലാസ് കഴിഞ്ഞപ്പോ എടാ ഈ തെണ്ടിയുടെ അടുത്ത് ഞാൻ പോയിരുന്നു. ഞാൻ ഇവന്റെ ലുക്കൊക്കെ കണ്ടവൻ ഇവൻ പഠിപ്പിക്കാന്നല്ലേ വിചാരിക്കുള്ളൂ. ഞാൻ വിചാരിച്ച എല്ലാം പഠിപ്പിച്ച് തെണ്ടിയിലും പറയണ പോലെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ഇവനൊന്നും ഞാൻ ആ ചോദ്യം പോലെ എഴുതിയിട്ടില്ല. ഇതുപോലെ ഒരു കഥ എന്റെ ചേട്ടന്റെ കൂടെ ഉള്ള ഒരു പയ്യനെ കളിയാക്കാൻ വേണ്ടി അവൻ എപ്പോഴും പറയായിരുന്നു. അതായത് ഇവൻ എൻട്രൻസ് എഴുതിയ സമയത്ത് ഇവന്റെ കൂടെ അപ്പുറത്ത് ഒരു പെങ്കൊച്ച്, അവളാണ് അവന്റെ കട്ടക്കിരുന്ന് എഴുതുക. അപ്പൊ ഇവൻ ഇവളുടെ നോക്കി കോപ്പി അടിച്ച് എഴുതി അവസാനം ഇറങ്ങാൻ നേരത്താണ് ഇവന്റെ പേപ്പർ എയും ഇവള് പേപ്പർ സി എയും കണ്ടത്. പക്ഷെ പുള്ളിക്ക് അഡ്മിഷൻ കിട്ടി. അതാണല്ലേ പണി. അവക്ക് കിട്ടിയില്ല. അവള് തെറ്റിച്ചൊക്കെ പുള്ളിക്ക് നോക്കി കോപ്പി അടിച്ചപ്പോ. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്? നീ പാല ബ്രില്യൻസ്, ഞാൻ പാല ബ്രില്യൻ്റ് എത്തിയല്ലേ? സമോസയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഡെയിലി ടെസ്റ്റ് ഒക്കെ ഡെയിലി ടെസ്റ്റ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ വലിയ ബ്രില്യൻ്റ് ഒന്നുമല്ല. ഞാൻ ഒരു ഇപ്പൊ 200 ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു പകുതിക്ക്, അല്ലെങ്കിൽ നമ്മളൊരു 50-50ന്റെ അകത്ത് കിടന്ന് നമ്മൾ വലിയ ഓക്കെ അടുത്ത ആഴ്ച ചില്ല് ചെയ്യാം ആ ഒരു വൈബൊക്കെയാണ്. പക്ഷെ ഒരു അവസാനമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് വിശ്വപ്രസിദ്ധനായ നമ്മുടെ ജോൺ ജോ പറഞ്ഞല്ലോ, പുതിയ കഥകൾ നമ്മളാരും ഉണ്ടാക്കുന്നില്ല. ശരിയാണ്. അതായത് ഈ ഉള്ള കോൺസെപ്റ്റ് കുട്ടികളെ കേട്ടോളൂ. അതായത് എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ബാക്കി എല്ലാ എന്ത് ചോദ്യങ്ങളായാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഈ ഒരു കോൺസെപ്റ്റിലോട്ട് ഇങ്ങനെ വളഞ്ഞും ഇങ്ങനെ വളച്ചും അങ്ങനെ വളച്ചൊക്കെ ചോദ്യങ്ങൾ പലരും ഉണ്ടാക്കും, പക്ഷെ കോൺസെപ്റ്റ് സെയിം ആണ്. അപ്പൊ അതിനെ നിങ്ങൾക്ക് ഒരു 100 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒരു 100 JEE ടെസ്റ്റുകൾ നടന്നിട്ടുണ്ടോ, അതിൽ ചിലപ്പോൾ ഒരു 100 രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഞാനും എല്ലായിടത്തും പറയുന്ന ഒരു സാധനം, Previous year paper ഏതൊരു ഇതിൽ കൂടുതൽ എന്ത് എക്സാമിനും ചെയ്യാനാണ്? അല്ലേ? ഞാൻ എന്റെ ഇത് IIT-ൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, നിങ്ങളൊരു 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സാധനം പഠിച്ചിട്ട് പോവാണെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. നിങ്ങൾക്ക് സബ്ജക്റ്റ് അറിയണം. ഞാനും പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ previous year question ഇപ്പൊ നിങ്ങള് ഇനിയിപ്പോ പരീക്ഷക്ക് 1 മാസം 2 മാസം ഉള്ള ഒരു കാര്യം ചെയ്യാം. കഴിഞ്ഞ ഈ JEE തുടങ്ങിയപ്പോ തൊട്ട് ഇതുവരെ വന്നേക്കുന്ന പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് എടുക്കുക. നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത, നമ്മുടെ സിലബസ് ഏതാന്നുള്ള കറക്റ്റ് ആയിട്ട് എല്ലാ തവണ അവർ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പൊ സിലബസിൽ ഇല്ലാത്ത പോർഷൻസ് മാത്രം അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി ആ പ്രീവിയസ് പേപ്പർ അതിലുള്ള കോൺസെപ്റ്റ് എന്താണ് അത് മാത്രം നോക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഇത് ഈ വർഷത്തെ കഴിഞ്ഞു കാണും, നിങ്ങൾ അടുത്ത വർഷം യൂസ് ചെയ്താൽ മതി. ഇത് കേട്ട് ഈ സ്ട്രാറ്റജി എടുത്ത് നിങ്ങൾ ആരെങ്കിലും പാസ് ആവുന്നുണ്ടെങ്കിൽ വന്നൊരു താങ്ക്സ് പറഞ്ഞോളൂ, അല്ലേ? ഇല്ല സത്യം, ഈ വലിയ ഫാൻസി കോച്ചിങ്ങിന്റെ കാര്യം ഇല്ല. ഞാൻ പറയാം, ഇതിലുള്ള ഒരു സാധനം എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട് ഇപ്പം IIT എന്ന് പറഞ്ഞാൽ വളരെ അല്ല, നീ പറയുന്നത് ഈ ഫാൻസി കോച്ചിങ്ങിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന പോയിന്റ് ബേസിക്സ് സ്ട്രോങ് ആയിട്ടുള്ള ഒരാള് ഇവര് +2 ഒരുത്തൻ പഠിക്കണമെന്ന് തീരുമാനിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞേ, ഈ അതിൽ അണ്ടർലൈൻ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. ഈ പറഞ്ഞ പോലെ നമ്മൾ എഴുതുന്ന ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മണി 1.5 മണിക്കൂറായിരിക്കാം, എനിക്കിപ്പോൾ ഓർമ്മയില്ല, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെന്ന് വെച്ചോ. അതിനകത്ത് നിനക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നിനക്ക് സോൾവ് ചെയ്യണം. അതിന് നിനക്ക് സ്പീഡ് വേണം. സ്പീഡ് എന്ന് പറഞ്ഞാൽ നീ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, റൈറ്റ്? അതിനാണ് ഇവർ ഡെയിലി ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സിസ്റ്റത്തിൽ പോകുമ്പോൾ ഗുണം എന്താന്ന് പറഞ്ഞാൽ കുറെ മോക്ക് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര നല്ലപോലെ അറിയാം എൻ്റെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ആണ്. അപ്പൊ ഞാനൊരു അപ്രോച്ചുമായിട്ടാണ് പോകുന്നത്. ആൻഡ് ഓൾസോ MCQ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ പഠിച്ചത് നല്ല സ്പീഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി വേണം. അതായത് നിങ്ങളെ പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് സ്ട്രാറ്റജി. നമുക്ക് ഒരു നല്ല കോച്ചിങ് സെന്ററിൽ പോയതുകൊണ്ട് കിട്ടിയത് അതെന്താണെന്നറിയോ? ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അതായത് സ്വന്തമായിട്ട് ഞാൻ വീട്ടിലിരുന്നാലും പഠിക്കും, അങ്ങനെ ഡ്രൈവ് ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ അല്ലാത്ത കുട്ടികളുണ്ട്. അതായത് ഒരു കോമ്പറ്റീഷൻ വന്നാലേ, അല്ലെങ്കിൽ ഒരു 10 പേര് ഇങ്ങനെ ചെയ്യുന്ന കൂടെ സൈഡിൽ ഉണ്ടെങ്കിൽ മാത്രം ഞാനും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു 10 പേര് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ട് പേടിച്ചാലേ എനിക്ക് ആ സാധനം വരുള്ളൂ, ആ ഡ്രൈവ് വരുള്ളൂ. അതായത് നിങ്ങളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയത് ആ കോച്ചിങ് സെന്ററിലുള്ള ആൾക്കാർ പറഞ്ഞു. ഞാനും ബ്രില്യന്റിന്റെ സെയിം ബ്രില്യന്റ് അല്ലേ, ഞാനവിടെ കറസ്പോണ്ടൻസ് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലെ ബ്രില്യന്റ് ഏതാണ് എനിക്കറിയില്ല. ബ്രില്യന്റ് എന്തൊക്കെ അവരൊക്കെ പൂട്ടിപ്പോയി പറഞ്ഞു. അപ്പൊ എന്തായാലും ബേസിക്കലി അപ്പൊ അങ്ങനെയായിരുന്നു. അവസാനം ഒക്കെ ആയപ്പോഴേക്കും പിന്നെ ഇത് മാത്രമായിരുന്നു പരിപാടി. നീ ആ തവണ JEE മാത്രമേ എഴുതിയുള്ളൂ? അത് എഴുതി. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ആദ്യം വന്ന പരീക്ഷ ചെയ്യാൻ തോന്നുന്നു. അത് കഴിഞ്ഞ് ആൻസർ കീ നോക്കി, ഓക്കെ അഡ്മിഷൻ ഉറപ്പാ. പിന്നെ ഞാൻ പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്റെ വീട്ടുകാരൊക്കെ പേടിച്ചിട്ടുണ്ട്.
നീ എന്താണ് ഒന്നും ചെയ്യാത്ത? അപ്പൊ ഞാൻ പറയും കിട്ടിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നിന്റെ റാങ്ക് എന്റെ കോൺഫിഡൻസ് കണ്ട് എന്റെ വീട്ടുകാർ മേടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ. അതും നമ്മൾ റിപ്പീറ്റ് കൂടെ ചെയ്തിട്ട് ഒരു റാങ്ക് കിട്ടിയില്ല, നമുക്കായിരിക്കില്ല, എനിക്ക് വിഷമില്ലെങ്കിലും നാട്ടുകാർ തന്നെകൾക്ക് കുറെ വിഷമമുണ്ടാവും അല്ലേ? എഴുതി വന്നിട്ട് ഉഴപ്പിയെങ്കിലും എഴുതി ഞാൻ എഴുതിയിട്ടുണ്ട്. നല്ലൊരു ഫോൺ അത്ര മോശമല്ല, അത്ര മോശം ആവാൻ പറ്റില്ല. ഇത്ര മോശമല്ല. ഒരു 4 അക്കത്തിലൊക്കെ അത് അങ്ങനെ 6 അക്കത്തിലാവും. എന്റെ ആയിരങ്ങൾ ആർക്കുന്നില്ല. ആയിരങ്ങൾ ലെവലിലാണ് 5 അക്കത്തിലാണോ? ആ 5 കിടന്നില്ല. അപ്പൊ ഇത് തന്നെയായിരുന്നു എന്റെ പ്രശ്നം. ഈ ആൻസർ കീ നോക്കിക്കഴിഞ്ഞ് മൊത്തം ചില്ല് ചെയ്യായിരുന്നു. എന്നിട്ട് റിസൾട്ട് വന്നപ്പോ എത്ര റാങ്ക് ഉണ്ടായിരുന്നു? അതും ഈ പറഞ്ഞ പോലെ 4 അക്കങ്ങളിലായിരുന്നു. പക്ഷെ നമുക്ക് 1000 റാങ്ക്, 1000 റാങ്ക്. എനിക്ക് ചേട്ടൻ കുസാറ്റിലാണ് പഠിച്ചത്. അവൻ നേവൽ ആർക്കിടെക്ചർ ഭയങ്കര സ്കോപ്പാണ്. പറയട്ടെ. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, അതെ എന്ത് ചെയ്യണം, ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ട്, എന്താ ചെയ്യണ്ടേ? അവൻ പറഞ്ഞു നേവൽ ആർക്കിടെക്ചർ എടുത്തു, നമുക്ക് പൊളിക്കാം. നേവൽ ആർക്കിടെക്ചർ. അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ ഓപ്ഷൻ ഇട്ടേക്കുന്നത് തന്നെ നേവൽ ആർക്കിടെക്ചർ. അത് തന്നെ കിട്ടുകയും ചെയ്തു. എന്റെ ആക്ച്വലി ജെഇ റാങ്ക് വന്നപ്പം എന്റെ പേരൻസും ഫാക്കൽറ്റിയൊക്കെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം ഞാൻ ടോപ്പ് 100-ൽ അടിക്കേണ്ട ഒരാളായിരുന്നു. അതെ, എനിക്ക് 1000 കിട്ടിയത് ആൾക്കാർ അത്ര ഹാപ്പി ആയിട്ടില്ല. അത് എന്റെ ഒരു ഡിസപ്പോയിന്റിങ് പെർഫോമൻസ് ആയിട്ടാണ് നിന്റെ വീട്ടിലെങ്ങനെയായിരുന്നു? ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അല്ല എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം തോന്നുന്നു. ഓക്കെ, അപ്പൊ നീ ആദ്യം തന്നെ നീ നേവൽ ആർക്കിടെക്ചർ ജോയിൻ ചെയ്യുമ്പോ തന്നെ അത് മറ്റേ എന്താ ബിടെക് എംടെക് ഒന്നിച്ചെടുക്കുന്നത് ഡ്യുവൽ ഡിഗ്രി എന്ന് പറഞ്ഞാണ് നീ കൊടുത്തേക്കുന്നത്. ഞാൻ ആദ്യത്തെ ഓപ്ഷൻ അതാണ്. അതും അച്ചേട്ടൻ പറഞ്ഞത് ലാഭമല്ലേ? അല്ല, അത് ചേട്ടൻ പറഞ്ഞതാണ്. ചേട്ടൻ നേവൽ ആർക്കിടെക്ചർ എന്നാണ് പറഞ്ഞത്. പുള്ളി ബിടെക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പുള്ളി ബിടെക് എടുത്തേക്കുന്നത്. അപ്പൊ നീ എംടെക് ഹോൾഡർ ആണോ? അല്ല, ആ കഥ നമ്മൾ വേറൊരു എപ്പിസോഡിൽ ഐഐടിയുടെ അകത്തുള്ള കഥകൾ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ എപ്പിസോഡിന്റെ അകത്ത് നിൽക്കുന്ന തോന്നുന്നില്ല. നമുക്ക് ഐഐടിയുടെ അകത്തുള്ള കഥകൾ നമുക്ക് വേറൊരു എപ്പിസോഡ് എന്തെങ്കിലും ആൾക്കാർക്ക് ടിപ്പ് വല്ലതും കൊടുക്കാനുണ്ടോ? ഇത് കണ്ടിട്ട് 10 പേരെങ്കിലും കുറഞ്ഞത് വിട്ടു. കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, എനിക്കൊന്ന് പിള്ളേരാണ് ചോദിക്കുന്നത്, ദീപക് ജി എങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ദീപക് ജി ഒരു ഉപദേശം കൊടുക്കും ആൾക്കാർക്ക്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് അന്നേ ഒരു കളക്റ്റീവ് അപ്രോച്ച് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക പഠിക്കാൻ വേണ്ടി. ശരിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ മറ്റേ സായന്തൊക്കെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം. ഒരുത്തിന് പഠിത്തം മോട്ടിവേഷൻ കുറവുള്ള മറ്റവന് പഠിക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ട്. അങ്ങനെ പോകുന്നത് നല്ലത്. എന്റെ ഭാര്യയുടെയും എനിക്ക് പറയാൻ എന്റെ ഭാര്യ പറയാറുണ്ട്, അവള് ഇങ്ങനെ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുത്ത് നമുക്കപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഫണ്ണായിരിക്കും. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന ഒന്നും ചെയ്യാത്ത ഒരാളാണ്. ഒറ്റയ്ക്കിരുന്നാൽ ഞാൻ ഉറങ്ങാൻ പോകും. എനിക്ക് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്നു, എനിക്ക് ചെറിയൊരു വിസിബിലിറ്റി കിട്ടുന്നു, അങ്ങനത്തെയൊക്കെയുള്ള സാധനത്തിൽ എനിക്കൊരു ഡ്രൈവ് വരാറുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്നാൽ മടിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ആ കറക്റ്റ് ഗ്രൂപ്പിൽ എത്തിപ്പെടുക, ഈ കറക്റ്റ് സിസ്റ്റത്തിലോട്ട് എത്തിപ്പെടുക, കറക്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കറക്റ്റ് ഫാക്കൽറ്റി, കൃത്യമായി ഇതിന്റെ എളുപ്പവഴികൾ കണ്ടുപിടിക്കുക, ഏറ്റവും ചെറിയ രീതിയിൽ എങ്ങനെ ഇതിലെത്തിപ്പെടുക, എന്നിട്ട് ചെയ്യേണ്ടത് ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചെയ്തിട്ട് എന്റെ കുറുക്ക് ബുദ്ധി വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോ ഇതിൽ ഇത്ര ആൻസർ കറക്കി കുത്തണമെങ്കിൽ ഇത്ര കുത്താൻ പാടുള്ളൂ, അതിന് മേലെ കുത്തിയാ പോകുന്നുള്ളത് ഒരു ഐഡിയ ഉണ്ട്. ബേസിക് സാധനത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത്ര റാങ്ക് കിട്ടുന്ന അറിയാം, നമ്മുടെ അവിടെ ഇത്ര കോളേജിന്റെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു അപ്രോച്ച് മാത്രം. ഇതെന്നെ ഞാൻ എന്റെ കസിന്റെ അടുത്ത് എഴുതാൻ വന്നവരോടും പറഞ്ഞു കൊടുത്തു. അവൻ മാത്സ് ഒക്കെ ഭയങ്കര പിടിക്കല. അപ്പൊ ഞാൻ കുത്താൻ നിൽക്കണേ ഇങ്ങനെ കുത്താൻ പാടുള്ളൂ, ഞാനിങ്ങനെ കുത്താൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻട്രൻസ് എഴുതാന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയത് അപ്പോഴാണ്. +2 പഠിക്കുമ്പോൾ ഒരുത്തൻ അവിടെ PC അവിടെ കോച്ചിങ്ങിന് പോകാൻ അവൻ ആൻസർ ചെയ്ത് പേപ്പർ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വെറുതെ ആ പേപ്പർ ഒന്ന് നോക്കിയിട്ട് എനിക്ക് ചിലത് അറിയണമെന്ന് ഞാൻ എഴുതി, പിന്നെ ഞാൻ കുത്തി നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അവനേക്കാളും പറഞ്ഞു. അപ്പോൾ ഞാൻ കൊള്ളാലോ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഞാൻ എൻട്രൻസ് എഴുതാൻ പോണ്ട്. എൻ്റെ വീട്ടുകാർ ഞാൻ +2 പാസ്സാവുമെന്ന് ടെൻഷനിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മാത്രം ഇതില്ല ഡിസിഷനിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സാധനം എഴുതാൻ പോകുന്നത്. എനിക്കപ്പോൾ അറിയില്ല ഇതിനൊക്കെ കൊടുക്കണമെന്ന്. ഓൾ ഇന്ത്യ ഇത് കൊടുക്കാൻ ചെല്ലുമ്പോൾ ഓൾ ഇന്ത്യ ആണോ കേരള ഉണ്ടോ, എന്തോ അപ്പൊ എന്തോ ഓൾ ഇന്ത്യ ഉണ്ട്, രണ്ടും കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾ ഇന്ത്യയുടെ ഇത് വന്നപ്പോഴാണ് ഇത് എറണാകുളത്ത് പോയിട്ട് എഴുതണം.
എറണാകുളത്ത് പോയിട്ട് എഴുതാന്ന് പറയുമ്പോ എനിക്ക് അന്ന് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുള്ള വലിയ പരിചയമൊന്നുമില്ല. എറണാകുളത്ത് പണ്ടാറ ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ അന്ന് തലേദിവസം നീ ഇതിനല്ലേ കേരള എൻട്രൻസിനല്ലേ സിനിമ കാണാനല്ലേ ഞാൻ പാടത്തേക്ക് ഫുട്ബോൾ കളിച്ചിട്ട് കയറി വരാം. അപ്പൊ അപ്പം ചോദിച്ചു എടാ നിനക്ക് നാളെ എന്തോ ഓൾ ഇന്ത്യ എൻട്രൻസ് എന്തൊരു പരിപാടി ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉണ്ട് പോണ്ട നമ്മള് വണ്ടിക്കാശ് കളയണ്ട പോണ്ട ഞാനിത് പോണ്ട ടെൻഷനിലായിരുന്നു പോണ്ടെന്ന് വെച്ചു. പിന്നെ കേരള എൻട്രൻസ് വീടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ കിട്ടി. അപ്പൊ എന്റെ ഈ കസിൻസിന് രണ്ടുപേർക്കും ഇവിടെ തന്നെ കിട്ടിയിട്ടില്ല. അപ്പൊ അതിലൊരുത്തൻ നന്നായി പഠിച്ച് എഴുതണം എന്നുള്ള ഒരുത്തനെ മറ്റേ കുഞ്ചൻ ചെറിയ തോതിൽ കറക്കി കുത്തും. പിന്നെ അവൻ മാത്സിന് നല്ല സ്കില്ലുള്ള ഒരുത്തനെ. അപ്പൊ അവൻ അതും രണ്ടും കൂടി കൂട്ടിയിട്ട് പിടിച്ച് എടുക്കാന്നുള്ള ധാരണയിലായിരുന്നു. അപ്പൊ മാത്സ് അടിപൊളിയായിട്ട് പേപ്പർ എഴുതി. അത് കഴിഞ്ഞ് അവൻ അത് 120 എഴുതിയിരുന്നു. അതിന് നല്ല മാർക്കാണ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ പേപ്പർ ഇവൻ കറക്കി കുത്തി. അപ്പൊ ഇത്തിരി ഒരു മിതത്തുണ്ടെങ്കിൽ അവൻ അതിലൊതുക്കും. അവന് ഫസ്റ്റ് റാങ്ക് മേടിക്കണം. അവൻ 120 കുത്തി മൈനസ് മാർക്ക്. ഞാൻ ആക്ച്വലി ഏത് MCQ പോയാലും ഞാൻ എല്ലാം കുത്തും. മൈനസ് ഉണ്ടെങ്കിലും ഞാൻ കുത്തും. കാരണം എനിക്ക് അത് നീ വളരെ കുറച്ച് അറിയാത്തത് കുത്തല്ലോ. ഇത് സൂപ്പർ മറ്റേ പ്ലെയിനൊക്കെ അടിക്കില്ലേ. പക്ഷെ അതിൽ കുറെ ഞാനാണെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് സാധാരണ ഒരു MCQ എടുത്തിട്ട് എനിക്കാണെങ്കിൽ നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റും. എനിക്ക് ആ സബ്ജക്ട് അറിഞ്ഞൂടെങ്കിലും. കാരണം നമുക്കത് ഇത് ഞാൻ BC കോച്ചിങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഓരോ എക്സാം കഴിയുമ്പോഴും ഏറ്റവും പഠിക്കുന്നത് E1 എഞ്ചിനീയറിംഗിന് E1 7 വരെ 8 വരെ ബാച്ചും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ലാസ്റ്റിലാണ്. കാരണം നമുക്ക് +2 അത്രയും മാർക്കുകൾ റിപ്പീറ്റ് ചെയ്യാൻ പോയതാണല്ലോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ അവിടെ കൃഷ്ണദാസ് സാറാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സാറിനറിയാം ഇവിടെ വരുന്നവരുടെ രീതി വെച്ചിട്ട് ലാസ്റ്റ് ബാച്ച് വരുന്ന റാങ്കിൽ ടോപ്പിൽ എത്തത്തില്ല. അപ്പൊ അവൻ നമുക്ക് പുള്ളി ഒരു ടിപ്പ് പറഞ്ഞു. ഇത് പുള്ളി പറഞ്ഞു തന്നാൽ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം എഴുതുക, കൺഫേം ആയിട്ടുള്ള സ്പീഡിൽ എഴുതി പോവുക. അത് സെക്കൻഡ് റൗണ്ട് സമയം ഉണ്ടെങ്കിൽ തിരിച്ചു വരിക, എന്നിട്ട് വീണ്ടും വായിച്ച് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കുക. ഇപ്പോഴും കറക്കി കുത്തരുത്. വീണ്ടും കഷ്ടപ്പെട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അറ്റംപ്റ്റ് ചെയ്ത് പോവുക. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റോ ഒക്കെ ബാക്കി സമയം കാണും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് എടുത്ത് നോക്കുക. മറ്റേ കറപ്പിക്കുന്ന പേപ്പറിന്റെ OMR ഷീറ്റ് എടുത്ത് നോക്കുക. ഇതിൽ ക്വസ്റ്റ്യൻസിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആൻസർ ചെയ്തതിന്റെ ഇടയ്ക്ക് 5 എണ്ണം ഒക്കെ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ വരും. ആ 5 എണ്ണത്തിൽ നിങ്ങളൊരു ഒറ്റ ഓപ്ഷൻ കറക്കി കുത്തി ഏതന്നെ 5 എണ്ണം അല്ലെങ്കിൽ B തന്നെ. നിങ്ങൾ അപ്പം ആ സമയത്ത് തീരുമാനിക്കുക ഞാനിത് B കുത്തും. ഇതിനകത്ത് B 5 എണ്ണം നിങ്ങൾ കുത്തിയാൽ ഒരെണ്ണം ശരിയാവും, 4 എണ്ണം തെറ്റിയ ആർക്കും നഷ്ടമില്ല. നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ 2 എണ്ണം ശരിയാവും. അപ്പൊ 8 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക്, 3 എണ്ണം തെറ്റും. 8×3=5. അപ്പൊ 5 മാർക്ക് ലാഭം. അങ്ങനെ ഗ്യാപ്പ് വരുന്നത് ഒറ്റ സാധനം വെച്ച് അടിക്കാൻ പറയുക. അപ്പൊ പുള്ളിക്കറിയാം ഈ ആവറേജ് കുട്ടികളിൽ കുറെ പേർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഏറ്റവും നല്ല ടിപ്പ് ഇതായിരുന്നു. എങ്ങാനും ഇത് ചില സമയത്ത് 5-6 എണ്ണം ഗ്യാപ്പ് വരുന്നതിൽ 3 എണ്ണം ഒരുപോലെ വരും. അതെങ്ങാണോ നീ അടിച്ചെങ്കിൽ നിനക്ക് ലോട്ടറിയാണ്. കാരണം 12 മാർക്ക്. സത്യം പറഞ്ഞ ഇതാണ് MCQ സോൾവ് ചെയ്യാൻ ഒരു സ്കില്ലുണ്ട്. അത് മോക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്താൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം ഓടുന്ന MCQലാണ്. ഇന്ത്യൻ സിസ്റ്റം ലൂപ്പ് ഹോൾസിലാണ് ഓടുന്നത്. ഈ MCQ പഠിച്ച് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. നമുക്കാണെങ്കിൽ UPSC ക്രാക്ക് ചെയ്യാം, ബാങ്കിന്റെ സാധനം ക്രാക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു MCQ സാധനം ശരിക്കും ഫോക്കസ് ചെയ്യുക. പക്ഷെ അതെന്തായാലും ഫോക്കസ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെയിറ്റേജിന്റെ കളിയാണ്. പക്ഷെ ഒരു 50% നിങ്ങളെ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്. അതായത് ചിലപ്പോ 10,000 പേര് എഴുതുന്നതിൽ നമുക്ക് ഈ സ്ട്രാറ്റജി മാത്രം വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു 10,000-ൽ എത്തുന്ന ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു നല്ല ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും കൂടെ ഒരു ബാലൻസ് പിടിക്കും. ശരിക്കും വർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മുടെ ഡിസ്കഷനൊക്കെ കൂടെ ഞാൻ എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്കഷനിൽ ഇതുപോലെ ഒരു കോച്ചിങ് സെന്റർ സിസ്റ്റത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്കണോമിക്കലി കുറച്ച് പുറകെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് പോസിബിൾ ആയിക്കോണമെന്നല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കോച്ചിങ് ഒക്കെ ഭയങ്കര ഞാൻ 12,000 രൂപ. ഞാൻ മാത്തമാറ്റിക്സില് 1 ലക്ഷം ചിലപ്പോൾ. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ മൊത്തം എഞ്ചിനീയറിംഗിന്റെ ഫീസ് 2 ലക്ഷം. അപ്പൊ അതാണ് നല്ല കോച്ചിങ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എഞ്ചിനീയറിംഗിന്റെ ഫീസ് 70,000 രൂപ. നല്ല ഇതുപോലുള്ള നല്ല കോച്ചിങ് സെന്റർ ലേബലുള്ള എല്ലായിടത്തും നല്ല റേറ്റ് മേടിക്കുന്നുണ്ട് അല്ലേ? അപ്പോ നീ പറയണ സമയം ആലോചിക്കണം. നീ ഒരു 2000 ഭയങ്കര കത്തിയായിരുന്നു. 2010
ഇവര് ഭയങ്കര കത്തിയാണ്. അതായത് പാരന്റ്സിന്റെ ഏകദേശം നടപടി ഞാൻ 2006 12,000 രൂപ അന്നത്തെ കാലത്ത് ഒരു ശരാശരി ആളുടെ ഒരു വർഷത്തെ വരുമാനം വരും. നമ്മൾ ഈ IIT നമ്മൾ IIT പോകുമ്പോൾ കൂടുതൽ വരുന്നത് ആന്ധ്ര എന്നുള്ള ആൾക്കാരാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ നമ്മമാർ 6ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു, എന്നിട്ട് 13 സ്റ്റാൻഡേർഡും കൂടെ പഠിക്കും. അവന്മാർ ഒരു വർഷം റിപ്പീറ്റും കൂടെ ചെയ്തു. അവന്മാര് പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടിച്ചില്ലാണ്. ചില സ്കൂളുകളുടെ പേര് ന്യൂ കോൺസെപ്റ്റ് സ്കൂളോ അങ്ങനത്തെ, അതായത് അത്രയും ഫോക്കസ്ഡ് ആണ് സ്കൂളുകൾ. ഇവിടെ അത്രയും തട്ടിപ്പ് സ്കൂളുകളില്ല. അവിടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു പ്രഹസനമാണ്. അപ്പോൾ ഞാനൊന്ന് കമ്പയർ ചെയ്യും ഈ സാധനങ്ങളൊക്കെ കൂടെ ചേർത്ത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പരീക്ഷ അതായത് നിങ്ങൾക്ക് ആദ്യം ജീവിതത്തിൽ എന്ത് വേണമെന്നുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണ്. കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് അല്ല, ഇപ്പൊ ഈ പറയണ പോലെ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ജീവിതത്തിൽ എന്ത് വേണം എന്നുള്ള ഞാനിത് പറയുന്നത് ഒരു 12ാം ക്ലാസ്സുകാരനൊക്കെ. അല്ല, ഞാൻ പറയുന്നത് പഠിക്കാൻ നല്ല കഴിവുണ്ട്, പഠിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാത്ത ഒരു കാര്യമാണ്. അല്ലാണ്ട് പഠിക്കാൻ പറ്റാത്ത ഒരുത്തതിന് വേണ്ടി കഷ്ടപ്പെടാൻ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ അന്നിട്ട് എഫേർട്ട് കാരണം ഇന്ന് ജീവിതം എന്ത് എളുപ്പമായിട്ടുണ്ട്. ജീവിതം സേഫ് ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത്ര എഫേർട്ടും ഇല്ലെന്ന് ഞാൻ കുറച്ച് പറയുന്നല്ല, സത്യം പറഞ്ഞാൽ അത്ര എഫേർട്ടും ഇല്ല. നമ്മൾ മറ്റൊരു പോയിന്റ്, അന്ന് എഫേർട്ട് ഒന്നും ജോൺ ജോയും ജീവിതത്തിന് ചില്ലായിട്ട് പോകുന്നുണ്ട് എന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണില്ല. ഇപ്പൊ 2 രീതിയിലാണ്. നിങ്ങൾ എന്താണ് നിങ്ങൾ തിരിച്ചറിയുക. അതായത് നിങ്ങൾ എന്താണ്, ഞാൻ പറഞ്ഞില്ല എന്റെ റോൾ മോഡൽ ജോൺ ജോ ആണ്. അന്ന് ചില്ല് ചെയ്ത ജോൺ ജോ ആണ് ഇന്ന് എന്റെ റോൾ മോഡൽ. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ജീവിതം എന്ന് പറയുന്നത്. എനിക്കൊരു കാര്യം എല്ലാ പോയിന്റിലില്ലേ, അതായത് ഈ ക്രൂഷ്യൽ പോയിന്റുകളിലെല്ലായിടത്തും ഇത്തിരി ഞാൻ വളരെ പൊട്ടതിന്ന് ഇത്തിരി കൂടി വാവ് തോന്നണ ടൈപ്പ് സാധനങ്ങൾ ചെയ്യാൻ പറയും. അതായത് ചിലപ്പോൾ ഞാൻ +2 പഠിക്കുമ്പോൾ ഞാൻ +2 പാസ്സാവുന്ന ഒരു വാവ്, അതായത് ഇപ്പം പൊട്ടും പാസ്സാവുക. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എനിക്ക് ശരിക്കും ഞാൻ സീറ്റ് മേടിച്ചത് എന്റെ അപ്പുറത്തും ചുറ്റുള്ളവരുടെ ധാരണയിൽ ഇവനെങ്ങനെ എന്നുള്ളൊരു സാധനം ഞാൻ എന്റെ ഇങ്ങനത്തെ ക്രൂഷ്യൽ പോയിന്റ്സിൽ ഞാൻ ആ സാധനം എന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ IITക്ക് 1000 റാങ്ക് കിട്ടിയ ആൾക്കാർ എന്റെ അടുത്ത് ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ജോൺ അതിനെ കിട്ടിയപ്പോ നാട് കിട്ടിയിട്ടുണ്ടാവില്ലേ? പിന്നെ ഒരുപാട് പേരെ ചങ്ക് കിടിക്കുന്നു. ജോണിന്റെ അമ്മ ജോണിന്റെ പറ്റി പറയില്ലേ, ജോണിന് പെണ്ണ് കെട്ടിയെന്നല്ല, ജോണിന് പെണ്ണ് കിട്ടി എന്നാണ് ആൾക്കാർ. അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോ അമ്മ ചോദിച്ചത് അവൾക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോന്നാണ്. ആദ്യം ചോദിച്ച ആയുർവേദ ഡോക്ടറാണോ? അമ്മ ചോദിച്ചില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അമ്മ ചോദിച്ചത് അവൾക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ. അല്ല ജോൺ, സത്യം ജോണിന്റെ ഒരു പടം എനിക്ക് പറഞ്ഞു. എനിക്ക് നോക്കണം, ജോണാണ് ഒരു ടേക്ക് അവേ കൊടുക്കുന്നത്. അതായത് ഇത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന പിള്ളേരോടാണ്. അതായത് ഈ ജെയ് അപ്പോൾ വളരെ ചെലവ് കുറഞ്ഞൊരു പരിപാടി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആദ്യം തന്നെ നിങ്ങൾ എക്സാമിന്റെ സിലബസ് എടുക്കുക, എന്നിട്ട് അതിൽ വരുന്ന കോൺസെപ്റ്റ്സ് അത് നമുക്ക് ബാക്കിലോട്ട് പഠിക്കാമല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ +1 +2 ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാം NCERT തന്നെയാണ് വരുന്നത്, റൈറ്റ്? അപ്പോൾ ആ കോൺസെപ്റ്റ്സ് ആദ്യം എല്ലാം ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ പേപ്പർ എടുക്കുക, അത് എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. റെലവൻ്റ് ആയിട്ടുള്ള ബാക്കി സിലബസിന് പുറത്തുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കട്ട് ചെയ്തോളൂ. ഈ പ്രീവിയസ് ഇയർ പേപ്പർ എല്ലാം കവർ ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രാറ്റജി വേണം, പരീക്ഷ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അതായത് ആദ്യത്തെ 3 മിനിറ്റിൽ ഞാൻ ഏത് സെക്ഷൻ ചെയ്യുന്നു, അങ്ങനെ അതിൽ ഇനി ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അത് പിന്നെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കറക്കി കുത്താണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് ഞാൻ എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് കുറച്ച് അതിനും നല്ല ഒരു പ്രാക്ടീസ് വേണം, റൈറ്റ്? അതെ. പിന്നെ ഞാൻ പറയാം, ഞാൻ അന്നേ നെറ്റ്വർക്കിംഗ് ചേരുന്നു. അപ്പം ഞാൻ ഈ 10ാം ക്ലാസ്സിൽ NTSC മറ്റേ സ്റ്റേറ്റ് ലെവൽ NTSC എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. അത് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ ക്ലിയർ ചെയ്ത് 2nd ലെവല് നാഷണലിന് മുമ്പേ ഗവൺമെൻറ് തരുന്ന ഒരു കോച്ചിങ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ശരത് റാമിനെ, മാത്യൂസിനെ, അർപ്പണയൊക്കെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ കോഴിക്കോടും PC-യിലും ഒക്കെ ഉള്ള ഇവന്മാരോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നു. അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അതാണ് ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു എക്കോ ചേമ്പറിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ജീവിതത്തിൽ ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം, മനസ്സിലായില്ലേ?
അല്ല ഞാൻ അതിന്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ നീ സാധനം ഭയങ്കര ഇൻട്രസ്റ്റോടെയും ഭയങ്കര പാഷനോടും കൂടിയാ ചെയ്തിട്ടുള്ളത്. അത് ചെയ്യണം, പല പിള്ളേരും ഇതൊരു ലോഡായിട്ടും ഒരു പറ്റാത്തൊരു സംഭവമായിട്ട്. ഇതിപ്പോ നിനക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാന്ന് പറയുന്നത് ചിലപ്പോ നീ അലാം പോലെ അടിക്കാണ്ട് എഴുന്നേൽക്കും. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഫീഡ്ബാക്ക് കിട്ടും. അതായത് ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ആൾക്കാർ എനിക്കറിയാലോ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു സാധനം ശരിക്കും പറഞ്ഞ ലൈഫിൽ എനിക്ക് റീക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആലോചിക്കുന്ന ആ ഒരു ഫയറാണ്. ഈ പറഞ്ഞ ജോൺ പറഞ്ഞ പോലെ ഈ 5 മണിക്ക് തന്നാലെ എണീക്കുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു ഇതില് വേറൊരു സാധനം എന്താന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ലോങ് ടേം സാധനം. അത് നിങ്ങളിപ്പം ജെയ്ക്കാണെങ്കിലും ബാങ്ക് കോച്ചിങ്ങിലാണെങ്കിലും എന്ത് പഠിക്കണമെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഫിറ്റ്നസിന്റെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിലും ആദ്യം ഉണ്ടാക്കേണ്ടത് ഒരു ഫീഡ്ബാക്ക് ലൂപ്പാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് അന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഈ ജെഇ കോച്ചിങ് എൻ്റെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ജെഇ നടക്കണമെങ്കിലും ഈ വീക്കിലി എക്സാം നടക്കുമ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ജസ്റ്റ് ആ വീക്കിലി എക്സാമാണ്. അപ്പോൾ അതിന് നല്ല റിസൾട്ട് വരുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ എഫേർട്ട് ഇടാൻ തോന്നും, പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയാൽ. ഇപ്പോൾ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊരു ഫീഡ്ബാക്ക് ലൂപ്പിൽ കയറുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എക്സാംസ് എടുത്തോണ്ടിരിക്കുക, നെഗറ്റീവ്സ് എടുക്കാനും പറ്റണം. നെഗറ്റീവ്സ് അതാണ് അവിടെ എനിക്കാണെങ്കിൽ അവിടെ നല്ല ഫീഡ്ബാക്ക് കിട്ടി വന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും അതൊരു മോട്ടിവേറ്റിംഗ് സാധനമാണ്. എനിക്ക് എവിടെ പോയാലും ആ ഒരു ഇന്ന് നല്ല ദിവസമായിരിക്കും. പോസിറ്റീവ്സ് കിട്ടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. നെഗറ്റീവ് വന്നാൽ ഡീൽ ചെയ്യാനും പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പോലത്തെ മോക്ക് ടെസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളും ചെറിയ ലെവലിൽ നമ്മളൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ജസ്റ്റ് കുറേ നാൾ പഠിച്ചിട്ട് പോയി ഒരു ദിവസം പോയി പരീക്ഷ എഴുതിയാൽ നമ്മൾ ഒരിക്കലും ഇതേപോലെ സ്ട്രാറ്റജിയും ഫോം ആവൂല, നമുക്ക് പ്രാക്ടീസും കിട്ടൂല, നമുക്കൊരു മോട്ടിവേഷനും പോകും അല്ലേ. ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന മോക്ക് ടെസ്റ്റുകളുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ കുറെ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പരീക്ഷയാണത്. അപ്പൊ നിനക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോച്ചിങ് സെന്ററിന്റെ ആ ഒരു സാധനം തന്നെ വേണമെന്നില്ല. ഇതുപോലെ ഒരു ചെറിയ മോക്ക് ടെസ്റ്റിന്റെ പരിപാടിയും ഒറ്റയ്ക്ക് പഠിക്കുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊന്നും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെത്തേഡ്സ് അല്ല. നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഇതൊന്നും ചെയ്തിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെന്നാണെങ്കിൽ ഞാനാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. Go and find out for yourself what you want. നിങ്ങൾ ചോദിച്ചു ഉപദേശം. ഇതൊന്നും നിങ്ങൾക്ക് അന്നും അറിയണ്ടായിരുന്നില്ല. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയണം. ഏറ്റവും ഇമ്പോർട്ടന്റ് താല്പര്യവും അത് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഫിഗർ ഔട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. ഇതെന്തായാലും നിങ്ങൾ IIT സ്റ്റോറീസ് കേൾക്കണം, നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചോണ്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞത്. ഇപ്പൊ ഇത് IIT വരെ ആയിട്ടുള്ളൂ. IITയുടെ അകത്തേക്ക് നമ്മൾ അടുത്ത അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കാൻ തുടരും. റിൻഷാദും ദീപക്കും തുടരും. IIT കഥകൾ തുടരും. ഞാൻ തുടരില്ല. ഓക്കെ, അടുത്ത എപ്പിസോഡ് നമ്മൾ ബാക്കി. ബൈ.